ഇന്ന് പകൽ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. അടച്ച ചിലത് ഇന്ന് പകൽ റിലീസാകും. ദൈവം ഇറങ്ങുന്ന ഒരു രാത്രി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ അവസരം വലിയവനായ ദൈവം എളിവൻ്റെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന ലിനോ പാസ്റ്ററെ, ജേക്കബ് ബ്രദറെ, ദേവദാസൻ സോണറ്റ് പാസ്റ്ററെ, എല്ലാ ദൈവജനത്തിനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ രാത്രി യേശു നമ്മളെ തൊടണം. മനുഷ്യൻ്റെ വാക്കുകളെല്ലാം കേട്ട് തളരുമ്പോൾ യേശുവിൻ്റെ വാക്ക് നമ്മളെ ബലപ്പെടുത്തും. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കാട്ടെ. എന്നിട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ, നീ എന്നോടൊന്ന് ഇടപെടണമേ, നിൻ്റെ കൃപ എൻ്റെ മേലൊന്ന് ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എൻ്റെ മേലൊന്ന് ഇറങ്ങണമേ. ലബ്രഹാസ് ബറ്റാറിയ ഷൈറ്റല റഹാസ് ബറ്റാറിയ ഷെകറ്റാലിയ സെറ്റലറിയ ബെക്കസിറ്റി. എല്ലാവരും വാകളെ തുറന്ന് അല്പസമയം പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ വാ തുറക്കുമ്പോൾ വചനം നൽകപ്പെടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഹവ ചർച്ചിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ വചനത്തെ ഒന്ന് തുറക്കണമേ. വചനത്തിനകത്തൂടെ ദൈവം ഇറങ്ങി വരണമേ. ബൈബിൾ പറയുന്ന വചനത്തിൻ്റെ വാതിലെന്ന വാതിൽ. അങ്ങനെങ്കിൽ ഈ വാതിൽ തുറന്ന യേശു നിൻ്റെ അടുക്ക വരും. ഈ വാതിൽ തുറന്ന നിൻ്റെ പ്രശ്നത്തെ ഡീൽ ചെയ്യും. നീ അങ്ങനെ ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. റഹസ്ബാറ്റല റഹസ്ബാറ്റിലിയ ഷൈറ്റലിയ സേതല ഗസാതല ഉറബനബ ശംധരെ ജാൽക്കറ സിയ കേറ്റിലി വർഗല ഷഗറ്റാലിയ ഷതരാതിരിയതര. എല്ലാ ഇരുളുകളെയും ഞാൻ ശാസിക്കുന്നു, എല്ലാ പോരുകളെയും ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തളർത്താൻ വരുന്ന പോരുകൾ, മരിക്കാൻ പോകുന്ന ഏലിയാവിനെ പോലെ നിൽക്കാനുള്ള വിളിയല്ല. ഇന്ന് രാത്രി കർത്താവ് പറയുക, നിനക്കെന്നാ ഇവിടെ കാര്യം? നീ മതിയെന്ന് പറയരുത്, നീ നിർത്തരുത്. ഇനിയും നിന്നിലൂടെ ചില പ്രവർത്തികൾ ചെയ്യാനുണ്ടെന്നേ. ഇനിയും ചിലരെ യേഹൂവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. ഇനിയും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുണ്ട്. ഇനിയും ഏലീശയെ അഭിഷേകം ചെയ്യാനുണ്ട്. ഇനിയും നിനക്ക് ദൂരയാത്രയുണ്ട്. മടുത്തിരിക്കല്ലേ. ചില വാക്കുകൾ നിന്നെ തളർത്തരുതേ. ഇന്ന് രാത്രി വലിയ പ്രവാചകന്മാരെ ഇടിച്ച ചില വാക്കുകൾ ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് രാത്രി സഭ അതിനോട് കൽപ്പിക്കുന്നു, വഴിമാറ. ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക എന്ന് നസ്രയനെ നോക്കി പറയുമ്പോൾ, നസ്രയൻ്റെ വായിന്ന് വരുന്ന ട്രാക്ക് വിട്ടുള്ള ദൂതല്ല. ഇവൻ ചെയ്യുന്നത് എന്തെന്നറിയാതെ ഇവനോട് ക്ഷമിക്കണേ എന്ന് പറയുന്ന പുത്രൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇന്ന് രാത്രി ദൈവം നീട്ടണേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. ഈ ഉപവാസത്തിൻ്റെ 6ാം രാത്രി ഒരു വിടുതൽ സംഭവിക്കട്ടെ, ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ഒരാത്മാവിൻ്റെ മഹത്വം സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയം. സഭയുടെ വിരോധമായി, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിരോധമായി എല്ലാ അപവാദ സ്പിരിറ്റുകളെയും, എല്ലാ ഇരുട്ടിൻ്റെ വാദഗതികളെയും, ഇല്ല,
ഇരുട്ടിൻ്റെ ശക്തികളെയും വഴിമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. വിട്ടുപോ പിശാചേ, വിട്ടുപോ പിശാചേ. റകറ്റ ലാബ്രഹസ്ബറ്റ വൈഷ്കോലോറിയ ബൽഹറസ്ബറ്റാലിയ സീകറ്റാലിയ ലീകോഷോക്കൊല്ലോ റീബഹസ്ബറ്റ. ആത്മാവിക്കേറിക്കേ, ആത്മാവിക്കേറിക്കേ. അല്പസമയം പ്രാർത്ഥിച്ച് എല്ലാ ഇരുളിൻ്റെ പ്രവർത്തികളെയും എല്ലാ ഇരുളിൻ്റെ ശക്തികളെയും വഴിമാറി നിൽക്കാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ജലവച്ചലവർ തലവച്ചലവർ തലവച്ചലവർ തൽകട്ട് കാശൽകട്ട് കൽകട്ട് കാലൽകട്ടിൽ വാതൽകട്ടം വാദം 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 വേദം വാദം ഷാരാദം ധീരം ദാനം വൈടകരകഥം ദുരകടകതരം ദുരകട വട്ടക്കാല ശക്തൽഘാസി വൈശാപാതി വാദേവ വർദ്ധൽകാല 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 വർദ്ധൽക രക്ഷക്കാര രക്ഷത്താര ധീരാധാര ദൂരാധ ഘടകം ജലകം ശകതം ദുരകം ശകതം രപദം 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 ദലവച്ചല വർജല 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 ജലവച്ചല പരപരവ സുന്ദര പരപര പരപരപരപരം ഇടാറവനം സുന്ദര പരപദരപദര പടപഷട കാല കാല ശ്രദ്ധൽ കാസ വർഗ ഷട കാല ശക്തട്ടാര കട്ടൽ കട്ടൽ തലകച്ചല ഗച്ചല ഗച്ചല ഗർദല ഗച്ചല ഗർദല ഗച്ചല ഗർദല ഗർദല ഹൃദേ കക്കൽ സാദൽ ഹാസി ഹഷേ ബേനെ ബസ്ബാറ്റ ബാബ ഹർദൽ വടകം ദുരകം വൈടം വേദം വൈടം വേദം ദലവന്തല വന്തല 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 വന്തലവ രഗദരഗദ ശഗദകരഗദ ഷൈഡകരഗദ ജലഗദരഗദ വൈഡപരമനം സുന്ദരവ തലകട്ട വാദപരം തം ശീതപരം തം ധീരപരം തം ധാരപരം തം. യേശു 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 യേശു. മോനെ നീ തളരില്ലേ, ചില വാക്കുകൾ കൊണ്ട് നീ തളരില്ലേ. നിന്നെ ഇടിച്ച് നിന്നെ ട്രാക്കിന്ന് വെളി കളയാനാ. പക്ഷേ നിനക്ക് ദൂരയാത്രയുണ്ട്, നിനക്ക് ദൂരയാത്രയുണ്ട്. ഈ വാക്കുകൾ കേൾക്കാനുള്ള വിളിയല്ല നിന്റെ മേൽ കിടക്കുന്നത്. നിനക്കൊരു വിളിയുണ്ട്. മനുഷ്യനല്ല നിന്നെ വിളിച്ചത്. മനുഷ്യൻ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന് നിന്റെ വഴിയെ അടയ്ക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തെ ഫോക്കസ് ചെയ്യ്. നിന്റെ ട്രാക്കിൽ കയറ, നിന്റെ അഭിഷേകത്തിൽ കയറ. ചിലതിനെ കൊടഞ്ഞെറി. പച്ചയ്ക്ക് നിന്നെ നോക്കി ഇപ്പം ചാകുമെന്നും ചത്തു പൊങ്ങുമെന്നും പറയുന്നവരുടെ മുമ്പിൽ പാനിക്കാകല്ല, കൊടഞ്ഞേറിയ ഒരു അഭിഷേകം ചലിക്കുന്നു കേട്ടോ, ഒരു അഭിഷേകം ചലിക്കുന്നു. പാനിക്കാകരുത്, പാനിക്കാകരുത്. പൗലോസിനെ നോക്കി അവര് പറയുക, ഇവൻ ചാകും, ചത്തു വീർക്കും, ഇവൻ ഇപ്പോൾ തീരും. ഈ വാക്കുകൾ ചെവിക്കകത്തേക്ക് കയറുമ്പോൾ ഡിസ്റ്റർബ് ആകാൻ ചാൻസാ. ചെവിക്കകത്തേക്ക് കയറുമ്പോൾ ഭയം വരാൻ ചാൻസാ. പക്ഷേ ആത്മാവിൽ ഒരു വാക്ക് പറയാതെ ഇതിനെ അങ്ങ് ശുഭിൻ്റെ നാമത്തിൽ കുടുംബജീവിതത്തിന് നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ വരുന്ന ചില വാക്കിനെ ഇന്ന് പ്രവാചകൻ ഫെയ്സൽ ആത്മാവ് ഞങ്ങളങ്ങനെ കൊടയുക ശുഭിൻ്റെ നാമത്തിൽ. ഈ ആറാം രാത്രി ഭന്ന പിശാചേ യേശുവിൻ്റെ നാമത്തിൽ വഴിമാറട. യേശുവിൻ്റെ നാമത്തിൽ നീയല്ല ഞങ്ങൾക്ക് രക്തം കൊടുത്തത്, നീയല്ല ഞങ്ങളെ വിളിച്ചത്. നസ്രയനായ യേശുവിൻ്റെ രക്തം, 33.5 വയസ്സിൻ്റെ രക്തം, വീണ്ടെടുക്കുന്ന രക്തം, ശുദ്ധീകരിക്കുന്ന രക്തം, പരിപാലിക്കുന്ന രക്തം, പരിപാലിക്കുന്ന രക്തം, ആത്മാവിൻ്റെ രക്തം, സംസാരിക്കുന്ന രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. യേശുവിൻ്റെ നാമത്തിൽ ഇരുളുകളെ ഞാൻ ശാസിക്കുന്നു. ഫ്രീഡം ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു. നിനക്ക് വഴിമാറാം, നിനക്ക് പോകാം. സഭ അതിനെ ഓവർടേക്ക് ചെയ്യുന്നു, സഭ അതിനെ ഓവർടേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കുന്നു. യൂദയുടെ ലേഖനം 24, 25 വാക്യങ്ങൾ. കൃപയാൽ ഇപ്പോൾ രാത്രിയിലെ 7ാമത്തെ സെക്ഷനിലാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. 24, 25 വാക്യങ്ങൾ ശബ്ദമുയർത്തി വീണ്ടും വായിക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി
ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. Amen. Now all glory to God who is able to keep you from falling away and will bring you with great joy into his glorious presence without a single fault. ഒരു ഫോൾട്ട് പോലുമില്ലാതെ ബ്ലെയിംലെസ്സായി ഫോൾട്ട്ലെസ്സായി നിർത്താൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പരിശുദ്ധാത്മാവേ, സിംഗിൾ ഫോൾട്ട് പോലുമില്ല. ദൈവത്തിന് നിർത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈവെക്കാവും. കർത്താവിനെ ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരോ ദൈവത്തെ സ്തുതിക്കാമോ? ബ്രത്തി വരെ കൊല നിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ബ്രത്തിൽ വരെ ശൗൽ എന്ന വ്യക്തി കൊല നിശ്വസിച്ച് ബ്രത്ത് ചെയ്യുന്ന വ്യക്തിയെ ആത്മാവ് തിരിച്ചു. ശൗലിനെ തിരിച്ചത് ഗമാലിയലല്ല, ശൗലിനെ തിരിച്ചത് ദൈവത്തിൻ്റെ പവറാണ്. ഇന്ന് രാത്രിയിൽ ഒരു വ്യക്തിയെ തിരിക്കുന്നത് അക്ഷരമല്ല, തിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളൂ. അക്ഷരമല്ല ഞങ്ങളെ തിരുത്തിയത്, അക്ഷരത്തിലൂടെ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ തിരിച്ചത്. നമ്മളങ്ങ് തിരിഞ്ഞതല്ല, വേറൊരു ചിപ്പ് എടുത്തിട്ടതാ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവരുടെ കഠിനമായ ഹൃദയത്തെ ഞാൻ അങ്ങ് മാറ്റി മാംസളമായുള്ള ഹൃദയത്തെ പകർന്നു. ഇന്നലെ വരെ കഠിന ഹൃദയമായിരുന്നു, ഇന്നലെ വരെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും മെൽറ്റാകത്തില്ല. പക്ഷേ ഇന്നങ്ങ് ഹൃദയം മാറി. ഹൃദയം മാറിക്കഴിഞ്ഞപ്പോൾ അറിയാതെ കരച്ചിൽ വരുന്നു, ഹൃദയം മാറിക്കഴിഞ്ഞപ്പോൾ അനുതാപം വരുന്നു. ഇന്നലെ വരെ സോറി പറയാത്തവൻ, ഇന്നലെ വരെ ക്ഷമ പറയാത്തവൻ ഇന്ന് രാത്രി ക്ഷമ പറയാൻ പോവുക. ഇന്നലെ വരെ താഴാത്തവൻ, ഇന്നലെ വരെ മെരുങ്ങാത്തവൻ ഇന്ന് താഴുക. കാരണമൊന്നുമല്ല, അവൻ്റെ ജീവിതത്തിനകത്തുനിന്നൊരു ഹൃദയത്തെ ദൈവം അങ്ങ് മാറ്റി. എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്നലെ വരെയുള്ള നിൻ്റെ ഹൃദയം കൊണ്ട് നിന്നാൽ നിനക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഇന്നലെ വരെ നിൻ്റെ സ്വഭാവം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് എത്താനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ വരുന്ന പോലല്ല, ഒരു ഡോക്ടർ വരുന്നത് പോലെ നിൻ്റെ ലൈഫിനകത്തോട്ട് കയറി വേണ്ടാത്തത് ചിലതിനെ എടുത്തോണ്ട് പോകാൻ ദൈവം ഇന്ന് രാത്രിയിലും വരാൻ പോകാം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ചിലർ പൊട്ടിക്കരയാറില്ലേ? ഇന്ന് അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, വേറൊരു ഹൃദയമാണ് നിൻ്റെ മേൽ തന്നിരിക്കുന്നത്. യേശുവിൻ രക്തം ചെയ്യും ദൈവസന്നിധിയിൽ വരുമ്പോൾ ചിലർ ആത്മാവിൽ നിൽക്കാറുണ്ട്, അവരെ കൊണ്ട് കഴിയത്തില്ല, വേറൊരു ഹൃദയമാക്കിയത് കൊണ്ടാണ്. യേശുവിൻ രക്തം ചെയ്യ വിശുദ്ധ ജീവിതം ശ്രമമല്ല, ദൈവത്താൽ തന്നാൽ മാത്രമേ വിശുദ്ധിയോടെ നിൽക്കാനൊക്കത്തുള്ളൂ. തോൽക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കത്തില്ല, ദൈവം നമ്മളെ ജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. ഒരുത്തനോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റത്തില്ല, ദൈവം അങ്ങനെ ഒരു കൃപ തന്നാൽ, സ്വതന്ത്രം പറ, ദൈവം അങ്ങനെ ഒരു കൃപ തന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ മെൽറ്റാകും. 10 മിനിറ്റിന് മുമ്പേ പല തവണ പ്രാഗി പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയത്തില്ല, എനിക്ക് യേശു ക്രിസ്തുവിനെ അറിയത്തില്ല, ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധവുമില്ല. പച്ചയ്ക്ക് പ്രാഗിക്കൊണ്ടിരിക്കുമ്പോഴും സെക്കൻഡുകൾക്കുള്ളിൽ വന്നിട്ട് ഒരു നോട്ടം നോക്കുമ്പോൾ ആ നോട്ടത്തിനകത്തൂടെ ആ പ്രാഗിയ വ്യക്തിയെ മെൽറ്റ് ചെയ്ത് എൻ്റെ ഫോൾട്ടാന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞ് മാളിക മുറിയിലേക്ക് കയറ്റി ഒരു അസാധാരണ വിളി അവൻ്റെ ലൈഫിൽ ചെയ്യാൻ ദൈവം വെമ്പൽ കൊള്ളുക. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുക, നീ എത്ര ശക്തിയോടെ എതിർത്താലും നിന്നെ ഒരു നോട്ടം കൊണ്ട്, നിന്റെ തെറ്റ് നിന്റെ വാ കൊണ്ട് തന്നെ പറയിപ്പിച്ച് കരഞ്ഞ് നീ കയറാൻ പോകുന്നത് ഒരു മാളിക മുറിയിലേക്ക്. ആ മാളിക മുറി വെച്ച് ദൈവം അതിനെ ഡീൽ ചെയ്യും, നിന്റെ പ്രശ്നത്തെ ഡീൽ ചെയ്യും, നിന്റെ പിന്മാറ്റത്തെ ദൈവം ഡീൽ ചെയ്യും. ഞാൻ ഇന്ന് രാത്രിയിൽ ഇത് ആത്മാവി പറയുമ്പോൾ ചില കുടുംബത്തിനകത്തേക്ക് ഡീല് ചെയ്യുന്നൊരു കണ്ണ്, ഡീല് ചെയ്യുന്നൊരു കർത്താവ് ഇറങ്ങുന്നത് ഞാൻ ആത്മാവി കാണുക. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ഈ രാത്രി പോരാ
Rasatalara Zihalara Yabibi Lara Satalara Zagatalara Baba 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 Atmavikari Haradichat Atmavikari Haradichat Tata 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 Shata Tata Lara Satara Hara യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. വ്യക്തികളല്ല മാറുന്നത്, ദൈവം ഒരുവനെ മാറ്റാൻ പോകുക. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. എത്ര പേർക്ക് അങ്ങനൊന്ന് മാറാൻ ആഗ്രഹമുണ്ട്? യേശുവിൻ രക്തം ജയ അപ്പൻ അമ്മ ഊതിയിട്ടല്ല ഫെയ്സൻ മാറിയത്. ഇന്ന് പകൽക്കാലം ഈ രാത്രി ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ റൂമിനകത്ത് ഞാൻ പോലും അറിയാതെ ഒരുവൻ ഇറങ്ങി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രിയിലും അങ്ങനെ ചിലത് ഇറങ്ങാൻ പോയ? ഹോശേയുടെ പുസ്തകം എടുത്താട്ടെ, ഹോശേയുടെ പുസ്തകം ഏഴാം അധ്യായം. എട്ടാം വാക്യം. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം ജാതികളോടുകൂടെ ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോശയാകുന്നു. ജാതികളോട് കൂടെ. എഫ്രൈം ആരാ? നല്ല അപ്പൻ്റെ മോനും അഭിഷേകം കൈകാര്യം ചെയ്ത ജോസഫിൻ്റെ തലമുറകൾ. പക്ഷേ ഇപ്പോൾ എന്തോ വന്നു, ജാതികളോട് കൂടെ ഇടകലർന്നിരിക്കുന്നു. അടുത്ത വാക്ക് പറയുക, മറിച്ചിടാത്ത ദോഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഭാഗം മാത്രം തിളങ്ങി നിൽക്കുക, കാണാത്തൊരു മറു സൈഡുണ്ട്. മറിച്ച് ഇടാത്ത ദോഷ എന്ന് പറയുമ്പോൾ എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? എന്തിനാ മറിച്ചിടുന്നറിയാമോ? രണ്ട് വശവും വേവാനാ. മറിച്ചിട്ടില്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞും മറു സൈഡ് ഇങ്ങനെ പൊങ്ങി വെളുത്തിരിക്കും. പബ്ലിക്ക് നോക്കുമ്പോൾ നല്ലതാണെന്നൊരു തോന്നൽ വരും. പക്ഷേ അടിയിൽ അറിയാതെ കരി പിടിച്ച് അതാർക്കും കൊള്ളാത്തായി തീരും. പക്ഷേ ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുക, നീ ഒരിക്കലും ജാതികളോട് ഇടകലരരുത്. കരമുയർത്തിയിട്ട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നിട്ട്, നല്ല അപ്പൻ്റെ അഭിഷേകമുള്ള കുടുംബത്തിൽ പിറന്നിട്ട്, എന്നെ ജാതികളോട് കൂടെ ഇടകലർത്തി മറിച്ചിടാത്ത ദോഷയെന്ന് പറയിക്കാൻ ദൈവം അനുവദിക്കല്ലെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഈ രാത്രിയിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ഒരിക്കൽ ആരാധിച്ച നമ്മൾ ഒരിക്കൽ ആരാധിക്കാതിരിക്കരുത്. ഒരിക്കൽ ആത്മാവിൽ ചലിച്ച നാം ഒരിക്കൽ ജഡത്തിൽ പ്രവർത്തിക്കാൻ ഇടവരുത്തരുത്. പബ്ലിക്കിൽ നല്ലതുപോലെ നിന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തോൽവിയാകാൻ ദൈവമേ നീ ഇടവരത്തില്ലേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനോട് പറയുക, ഇന്ന് വരെ ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ കൃപ ചിലരുടെ മേൽ വ്യാപരിക്കാൻ പോകുക. എഫ്രൈമേ, നിന്നെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ദൈവത്തിന് കിട്ടത്തില്ല. എഫ്രൈമേ, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെ മേൽ ദൈവത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്ക ദിവസത്തിൽ പറഞ്ഞത്, എഫ്രൈമിനെയാണ് ദൈവം യുദ്ധത്തിന് മുമ്പിൽ ഏൽപ്പിച്ചത്. എഫ്രൈംകാരാണ് യുദ്ധത്തിന് പുറപ്പെടേണ്ടത്. എഫ്രൈമാണ് ഇസ്രായേൽ ജനത്തെ ജയിപ്പിക്കേണ്ടത്. ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചില എഫ്രൈമാർ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ നിന്റെ കയ്യിലാണ്. നിന്റെ ഭാര്യയുടെ രക്ഷ നിന്റെ കയ്യിലാണ്. നിന്റെ തലമുറയുടെ രക്ഷ നിന്റെ കയ്യിലാണ്. അവരെ വരെ ജയിപ്പിക്കുന്ന യുദ്ധ ലീഡറാണ് നീ. പക്ഷേ ഇന്ന് രാത്രി നിന്നെ കൊണ്ട് അതിനെ മനസ്സിലാക്കാതെ നിന്നെ മറിച്ചിടാത്തൊരു ദോഷയെ പോലാക്കി ജാതികളോടുകൂടെ ഇടകലർത്തി കാണെങ്കിൽ പ്രാർത്ഥനയ്ക്കുന്ന നിന്നെ വിഡ്രോ ചെയ്യിപ്പിക്കുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ സഭയുടെ ലൈഫിൽ നിന്ന് അഴിക്കുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ഈ രാത്രി ആ ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. Oh,
ഷാബറ ബബ 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 രഗദല ഘടക ഷൈഡകല ഘടക ജലഗദര രഗദര ഘടക ജലഗജര ഘടക ജലഘടക അടകല ഘടക ജലഗദര ഘടക ഷൈഡ ഘടക ജലഘടക. ഈ രാത്രി കരമുയർത്തിയിട്ട് പറ, ഞാൻ ചേരേണ്ടിയവരോട് ചേരത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മീകത്തിന് ഇടർച്ച വരുത്തുന്ന ഒറ്റ ബന്ധങ്ങൾ ഇന്ന് രാത്രി നീ കൈയോർക്കരുത്. എത്ര പേര് ഇന്ന് രാത്രി തീരുമാനമെടുക്കുക? കാരണം എന്നറിയാമോ? നിന്നെ ഇടകലർത്തി നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ഒരു വ്യാപാരം ഈ രാത്രി ദൈവം അഴിക്കാൻ പോവാം. യേശുവിൻ രക്തം ജയ. പാസ്റ്ററെ, ഇങ്ങനെ ജനം ആരാധിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയുക. 4 സൈഡിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ നോക്കിയിട്ട് പ്രവാചകന് പറ്റിയില്ല. പ്രവാചകൻ ശപിക്കാൻ നോക്കുമ്പോൾ വാ തുറക്കുമ്പോൾ ബൈബിൾ പറയുന്നു പ്രാകാന തുടങ്ങുന്നത്, പക്ഷേ അനുഗ്രഹമായി വായി വരുന്നത്. എന്നാ കാരണം? 4 കോണിൽ നിന്ന് 4 ഏരിയയിൽ നിന്ന് ഇതിനെ ഒതുക്കണമെന്ന് പറഞ്ഞ് പണം കൊടുത്ത് വിരോധമായി നിൽക്കുമ്പോൾ വിരോധികളുടെ മുമ്പിൽ ലജ്ജിക്ക് മാറ്. പൈസ കൊടുക്കുന്നവൻ ഇപ്പോൾ എന്തുവാ? സോണറ്റ് പാസ്റ്ററെ, പൈസ കൊടുത്തത് സോണറ്റ് എന്ന ദൈവദാസനെ ശപിക്കാനാ. ഞാൻ ആരെയാണ് വിളിച്ചിരിക്കുന്നത്? മോനെ, ഉദാഹരണത്തിന് ആൻഡോയെ വിളിച്ചിരിക്കുക. എന്തിനാ? ഈ സോണറ്റിനെ തീർക്കാൻ വേണ്ടി. സോണറ്റിനെ തീർക്കാൻ വേണ്ടി ഡോളർ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ വാ തുറന്ന് ശപിക്കാൻ വേണ്ടി ആൻഡോയുടെ കൂടെ നിൽക്കുമ്പോൾ ആൻഡോ പറയുക, സോണറ്റിനെ ഇവിടെ വാഴാൻ പോകുകയാ, അവൻ ആത്മാവിൽ ചലിക്കാൻ പോകുകയാ, അവനെ ആർക്കും തൊടാനൊക്കത്തില്ല. കാട്ടുപോത്തിന്റെ ബലം ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ എനിക്ക് സുഖിക്കത്തില്ല. കാരണം അതിനല്ല എന്നെ വിളിച്ചത്, അതിനല്ല ആൻഡോയെ വിളിച്ച് ഞാൻ പൈസ കൊടുത്തത്. പക്ഷേ ആൻഡോ എന്നിട്ട് എന്നോട് പറഞ്ഞു തരിക, എനിക്ക് ശപിക്കാനൊക്കത്തില്ല. കാരണം ഞാൻ വാ തുറക്കുമ്പോൾ വേറൊരാൾ വായിക്കകത്ത് കയറുക. ശപിക്കാനാണ് ഞാൻ വന്നത്, പക്ഷേ ബ്ലെസ്സിങ്ങാ പോകുന്നത്. പക്ഷേ സോണറ്റിനെ തകർക്കണമെങ്കിൽ ചരിത്രം പറയുന്നു, പ്രവാചകൻ പറയുക, അവരുടെ ജീവിതത്തിൽ ജാതികളെ ഇടകലർത്തണം. അവൻ്റെ ജീവിതത്തിനകത്ത് പെണ്ണുങ്ങളെ കയറ്റി വിടണം. ബൈബിൾ ചരിത്രം പറയാ, അവരവിടെ കയറി അവൻ്റെ ജീവിതത്തിനകത്ത് അവർ തന്നെ ശത്രുവായി, അവർക്ക് തന്നെ വിരോധമായി തീർന്നു. ഇന്ന് രാത്രി ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, നിനക്ക് നിന്നെ ഒതുക്കണമെങ്കിൽ നീ അനുവദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകല് 100 പേര് നിന്റെ കുടുംബത്തിന് നേരെ തിരിഞ്ഞാലും നിന്നെ ശപിക്കാനൊക്കത്തില്ല. പക്ഷേ നീ വഴിവിട്ട ബന്ധത്തിലേക്ക് പോയ ചിലത് നിന്നെ കയറി ചുറ്റും. യേശു പ്രവാചകൻ പറയുക, ഇസ്രായേൽ തോക്കണമെങ്കിൽ ഇടകലർത്തി വിട, ഇസ്രായേൽ തകരണമെങ്കിൽ ഇടകലർത്തിക്കൊണ്ടിരിക്കുക. ഈ രാത്രി ഞാൻ ആത്മാവിൽ കാണുക നിന്നെ സ്പോട്ട് ചെയ്യാൻ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയ. ഹല്ലേലൂയ. നിന്റെ കുഴപ്പം കൊണ്ട് നിന്റെ ബ്ലെസ്സിങ് നിന്നിൽ തന്നെ കവറപ്പ് ചെയ്യാനുള്ള വ്യാപാരങ്ങൾ ഈ രാത്രി ദൈവം വെട്ടിക്കളയാൻ പോവാ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് മനസ്സിലായവർ മാത്രം ദൈവത്തെ സ്തുതിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വഴിയെ പോകുന്നതിന് നിന്നെ ഒതുക്കാനൊക്കത്തില്ല, വഴിയെ പോകുന്നതിന് നിന്നെ ബ്ലെസ്സിങ് തടയാനൊക്കത്തില്ല, വഴിയെ പോകുന്നതിന് നിനക്ക് ശപിക്കാനൊക്കത്തില്ല. പക്ഷെ നിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം തടയിക്കാൻ വരുന്ന ചില വ്യാപാരങ്ങൾ ഈ രാത്രി അഴിയാൻ പോകുക. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് കളങ്കമില്ലാതെ തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്താൻ ഒരു കൃപ ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുക. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. വാ ഷാ എത്ര പേരോട് സംസാരിക്കുന്നുണ്ട്? അവരുടെ കൈ എനിക്കൊന്ന് കാണണം. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന ഇല്ലായ്മ കൊണ്ട് മോനെ ജാതികൾ നിന്നോട് ഇടകലർന്ന് കഴിഞ്ഞാൽ നിന്നെ അവർ വശീകരിക്കും. യേശുവിൻ രക്തം ജയ. ജക്കപ്പെ ആദ്യമാണെങ്കിൽ ചോദ്യര് ദാവീദിൻ്റെ മോനായ ശലോമോനോട് ചോദ്യര്, എന്തിനാണ് മിസ്രൈമുമാരായിട്ട് നീ കണക്ഷൻ വെക്കുന്നത്? പറയും, ബിസിനസ്സിനാ.
സ്വത്രം. എന്തിനാണ് മിസ്രയീം രാജാവിൻ്റെ മോളെ നീ കല്യാണം കഴിക്കുന്നത്? അതൊരു ബിസിനസ് ടെക്നിക്കാണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. എന്തിനാണ് ജാതികളുടെ ആണെങ്കിൽ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മക്കളെ സൊളമ നീ എടുക്കുന്ന, ശലോമോനെ നീ എടുക്കുന്ന? അവൻ പറയാം കുഴപ്പമില്ല, ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ശലോമോൻ ചോദിക്കുക, അവർ വയ്ക്കുന്ന വിഗ്രഹത്തെ നീ വിളിക്കുമോ? ഒരിക്കലും ഞാൻ വിളിക്കത്തില്ല. കാരണം എനിക്കെൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയാം, എനിക്കെൻ്റെ അപ്പൻ്റെ ആ അഭിഷേകത്തെ അറിയാം, എനിക്ക് ജീവനുള്ള ദൈവത്തെ അറിയാം. അപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, ഇന്നലെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടില്ലേ? വിഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അന്യദൈവങ്ങളുടെ പേര് ഞാൻ ഉച്ചരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരുടെ ദൈവത്തിൻ്റെ പേരാ ഉച്ചരിച്ചത്? ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ. കുഴപ്പങ്ങളില്ല. ബൈബിള് പറയുന്നു, ശലോമോൻ പ്രായമേറിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തെ അവൻ്റെ ഭാര്യമാർ വശീകരിച്ച് അന്യ ദൈവന്മാരുടെ അടുക്കലേക്ക് കൊണ്ടെത്തിച്ചു. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുക, നിനക്കിപ്പോൾ കുഴപ്പമില്ല, ചിലത് കുഴപ്പമില്ലെന്ന് തോന്നും, പക്ഷെ ഇന്ന് രാത്രി നിന്നെ തീർത്ത് കളയുന്ന ചില വ്യാപാരങ്ങൾ ഇത് കണ്ടറിഞ്ഞ് ജയിച്ചോളാം ദൈവം പറയുന്നു. യേശുവിൻ രക്തം ജയ. ഇപ്പോൾ നിനക്ക് തോന്നും കുഴപ്പമില്ല, ഇപ്പോൾ തോന്നും നിന്റെ അന്യഭാഷയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അവനെ പോലാക്കി കളയുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി സഭയെ പിടിക്കാതിരിക്കാൻ കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക്. പരിശുദ്ധാത്മാവിനോട് പറയുക, യേശുവിൻ്റെ നാമത്തിൽ പോരാ 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 ലാറ സത ലാറ ബാബാ 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 അംജലഞ്ച റംദ 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 അടക ജലക 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 കരമടിക്ക് 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 ഷാൽ റാ സത ലാ റാ എൻ്റെ 24 വർഷത്തെ പ്രസംഗത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ശക്തമേറിയ മക്കൾ എന്ന് പറഞ്ഞാൽ പെമ്മക്കൾ ആത്മാവിൽ ആരാധിച്ച് പ്രവചന വരത്താൽ നിറഞ്ഞ പെമ്മക്കൾ ചില സമയത്ത് കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ അവരാടി. അവരെന്നോട് പറഞ്ഞു, വസ്ത്രങ്ങളെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ആ മോൻ അഭിഷേകം പ്രാപിച്ചു? അഭിഷേകമൊന്നും പ്രാപിച്ചില്ല, പക്ഷേ എൻ്റെ ദൈവത്തിനോട് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് ഫ്രീഡം ഉണ്ടെന്ന് ആരാധിക്കാൻ, പക്ഷെ ഞാൻ പിന്നത്തേതിൽ കണ്ടിട്ടുണ്ട് ആ ഫ്രീഡം എല്ലാം നശിച്ച് ആണെങ്കിൽ കുടുങ്ങുന്നത്. ഇന്ന് രാത്രിയിൽ ഒരു PR വേണ്ടിയോ ഒന്നിനു വേണ്ടി നീ വളഞ്ഞു കൊടുക്കരുത്. ഇത് നിന്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഈ രാത്രി കൈ ഉയർത്തിയിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഒന്നിനു വേണ്ടി ഞാൻ ചരിയത്തില്ല, ഒന്നിനു വേണ്ടി എൻ്റെ അഭിഷേകത്തെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ ഫോൾട്ട് ചെയ്യാൻ, നിന്റെ ഫോൾട്ട് കാണാൻ, നിന്നെ ബ്ലെയിം ചെയ്യാൻ ചില വ്യാപാരങ്ങൾ എഴുന്നേറ്റ് വരുന്ന കാഴ്ച. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കേ. വാവ് പോരാ പോരാ പോരാ. ആത്മാവിലെ ദൂതെടുക്ക, ആത്മാവിലെ ദൂതെടുക്ക, ആത്മാവിലെ ദൂതെടുക്ക. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. ഓ സ്വത്രം 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 സ്വത്രം. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുക. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് രാത്രി എനിക്ക് ജയിക്കണമെന്ന്? തുടക്ക സമയത്ത് നീ പറയുന്ന കേക്ക്, പക്ഷേ ഇച്ചിരൂടെ കഴിയുമ്പോൾ ആദ്യത്തെ 1 മാസമല്ല കുടുംബജീവിതം, ആദ്യത്തെ 6 മാസമല്ല കുടുംബജീവിതം, ആദ്യത്തെ 5 വർഷമല്ല കുടുംബജീവിതം. ഇതൊരു ലോങ് റണ്ണാ. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിന് നീ കോംപ്രമൈസ് ചെയ്യരുത്. പറ പറ, അഭിഷേകത്തിന് നീ കോംപ്രമൈസ് ചെയ്യരുത്. ഇന്ന് രാത്രി ഒരുമിച്ച് ആദ്യ കാലഘട്ടത്തിൽ സിനിമ കാണുന്നവൻ ഒരുപക്ഷെ നീ ജയിച്ചാൽ അവനെ ജയിപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ലാതെ വരും. ഓ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിക്കേ. ഒരുപക്ഷെ നീ അതിനകത്തൊന്ന് രക്ഷപ്പെടാം, പക്ഷെ നിന്റെ കൂടെ കിടക്കുന്നവനോ കൂടെ കിടക്കുന്ന ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, നീ ജയിച്ചാലോ ആത്മാവി കയറിയാലോ അവർക്ക് ജയിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ കുടുക്കി കളയുന്ന ബ്ലെയിം വരുത്തുന്ന ചില വ്യാപാരങ്ങൾ ഈ രാത്രി അഴിയാൻ. യേശുവിൻ രക്തം ജയ. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കേ. ഈ രാത്രി പിശാചിന്റെ ചില പ്രവർത്തികളെ കാൽ
അല്പസമയങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അല്പസമയങ്ങൾ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഈ രാത്രി പിശാച് നിന്നെ ബ്ലെയിം ചെയ്യാൻ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഈ രാത്രി അഴിയാൻ. സ്വതന്ത്രം 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 സ്വതന്ത്രം. എന്തിനായത് നമ്മൾ പറയുന്ന അറിയത്തില്ല. സ്വതന്ത്രം. ഒരാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച പെന്തക്കോസുകാരന് അച്ചായന് ബ്രദറിന് ഒരു ഇച്ചിരി സ്മോൾ അടിക്കണമെന്നൊരു ശകലം കുഴപ്പമുണ്ടായിരുന്നു. അതിനെയൊക്കെ ജയിച്ച് വന്ന മഞ്ഞ് പെയ്യുന്ന രാജ്യം, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിൽ തണുപ്പ് കയറിയപ്പോൾ അച്ചായന് തോന്നി ഒരു പെഗടിക്കണം. അടിക്കാത്ത ചേച്ചിയെ ഒന്ന് നിർബന്ധിച്ചു. ചേച്ചി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഭാര്യയാണ്. സ്വതന്ത്രം. ആ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഞാൻ കുടുംബപരമായിട്ട് ഞങ്ങൾ പരിശുദ്ധാത്മാവില്ല. കുഴപ്പമില്ല മോളെ, ഇത് തണുപ്പ് മാറാനെന്ന് പറഞ്ഞു. തണുപ്പ് മാറാനായിട്ട് ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി ഇപ്പം വെള്ളത്തിനകത്താ. ഉണ്ടെന്നില്ല. അച്ഛാനിപ്പം പറഞ്ഞു, ഞാനിപ്പം ജയിച്ചിട്ട് 4 വർഷമായി. പക്ഷേ ഞാൻ ചോദിച്ചു, എന്നാ വരാഞ്ഞ് പ്രാർത്ഥനയ്ക്ക്? വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഓഫായി കിടക്കുക. നീ ജയിച്ചാൽ പോലും ജയിക്കാത്ത രീതിയിൽ കൊടുക്കുക. കാരണം ചെറിയ കോംപ്രമൈസ് നിന്നെ കുടുക്കിക്കളയും. കരമുയർത്തിയിട്ട് പറ, അങ്ങനത്തെ ബേസിൽ ഒരുത്തനെയും വേണ്ട. മിണ്ടുന്നില്ല. ഇന്ന് രാത്രി തെറ്റിന് കൂട്ടി നിൽക്കുക അല്ല ചെയ്യേണ്ടത്. ഇന്ന് രാത്രിയിലെ ഭാര്യയായാലും നിന്റെ അഭിഷേകം, നിന്റെ ഭർത്താവിൻ്റെ അഭിഷേകത്തിന് വിരോധമാവാൻ പോയ അച്ചാച്ച ഡോൺ ഡൂ എന്നൊന്ന് പറ. ഇന്ന് രാത്രി അവനെ തിരിച്ചു പിടിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവർ മാത്രം കൈയോർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്നാ കാരണമെന്നറിയാമോ? നിന്നെ ബ്ലെയിം ചെയ്യുക. യേശുവിൻ രക്തം ചെയ്യുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി കള്ളം പറയുന്ന സ്വഭാവമാണെങ്കിൽ പറ, അതിന് നീ കൂട്ടു നിൽക്കരുത്. അച്ചാച്ച അത് കള്ളത്തരമാണല്ലോ, അത് പറയണ്ട എന്ന് പറ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രിയിൽ ചിലതിനെ കൂട്ടു നിൽക്കരുത്. അത് പരിശുദ്ധാത്മാവിന് വിരോധമാണെങ്കിൽ അത് കുടുംബത്തിന് നേരെ ന്യായവിധിക്ക് കാരണമായി തീരാതിരിക്കുക. ഇന്ന് രാത്രി ജയിക്കാൻ സഭയോട് ദൈവം പറയുന്നു. യേശുവിൻ രക്തം ജയം. ഭാര്യ ആത്മാവിൽ ആരാധിക്കുന്നതാണെങ്കിൽ നീ തള്ളിക്കെടുത്താൻ പോകരുത്. ഇന്ന് രാത്രി നീ കെടുത്താൽ എന്നേക്കുമായി ജഡികരാകാൻ there is a chance. ഈ രാത്രി അഭിഷേകമുള്ളൊരു ഭർത്താവ് നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇത്രയും പ്രാർത്ഥിക്കണ്ടെന്ന് നീ പറയരുത്. പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. ഈ രാത്രി പറ, ഇതെല്ലാം കുടുക്കി സ്പോട്ട് ചെയ്യാൻ വരുന്ന വ്യാപാരങ്ങൾ ഈ രാത്രി ദൈവം അഴിക്കാൻ പോകുകയാണ്. ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു കേട്ടോ. പോരാ. സാദി അടകല ഘടക ജല ഗജല ഘടക ജല ഗജല അടാ ജല. യേശുവിൻ രക്തം ചെയ്യാം. എരിവ് കൂട്ടി കൊടുക്കുന്നവനല്ല അടുത്ത് നിൽക്കുന്നവൻ, എരിവ് താക്കേണ്ടിയവനാ. പറ എരിവ് കൂട്ടേണ്ടിയവനല്ല അടുത്തിരിക്കുന്നവൻ, എരിവ് താക്കേണ്ടിയവനാ. യേശുവിന്റെ നാമത്തിൽ കുട്ടിക്ക് കളയുന്ന വ്യാപാരങ്ങൾ ഈ രാത്രി ചെയ്യാൻ. കരമടിച്ച് ഒരു ദൈവത്തിന്റെ അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ രക്തം ജയം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവെ എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഈ രാത്രി ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക, ഈ രാത്രി ഒരു വലിയ ജയത്തിൻ്റെ കൊടി ഇവിടെ വ്യാപരിക്കാൻ പോകുക. ഈ രാത്രിയിൽ എത്ര പേരൊന്ന് ആത്മാവിൽ ചെയ്യും? ചിലതിനെ നീ അനുവദിക്കരുത്. ആ അനുവദിച്ച് കഴിയുമ്പോൾ അവനെ ലൈഫ് ലോങ് അതിനകത്ത് കൊടുക്കാൻ ചാൻസാ. ഈ രാത്രി പറ, കർത്താവെ ഞാൻ കാരണം ഒരു ഫോൾട്ട് അവൻ്റെ ലൈഫിൽ വരരുത്. നിന്നെ ഏൽപ്പിച്ചത് തിരുത്താനാ.
നിന്നെ ഏൽപ്പിച്ചത് അപ്ലിഫ്റ്റ്മെന്റ് ചെയ്യാനാ. ഇന്ന് രാത്രിയിൽ റോങ്ങിന് കൂട്ടു നിൽക്കാനല്ല ദൈവം നിന്നെ പാർട്ണറായിട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി റോങ് വരുമ്പോൾ നോന്ന് പറ. നിങ്ങൾ രണ്ടുപേരും അഭിഷേകത്തിൽ കയറ്. യേശുവിൻ രക്തം ജയ. 24/7 കാണുന്ന ഒരുത്തനോട് പറ, കൂടെ കൂടെ ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ 2 ദിവസമേ പ്രശ്നം കാണത്തുള്ളൂ. 3-ാം ദിവസം അവനവിടെ മാറാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ അങ്ങനെയൊരു അഭിഷേകം ഈ സഭയുടെ മുകളിൽ വരുന്ന കാഴ്ച പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. വിശ്വാസമുള്ളവർ കരങ്ങൾ അടിച്ച് ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. വാക്യമൊന്ന് തിരിച്ചൊന്ന് വായിച്ചാര്. എഫ്രൈമിന്റെ വാക്യമൊന്ന് വായിച്ചാര്. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോഷയാകുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോഷയാകുന്നു. അടുത്ത വാക്ക്, അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു. സ്തോത്രം പറ. അന്യജാതികൾ പറ. അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു. ഇന്ന് രാത്രി സഹോദര സഹോദരി, നിന്റെ ബലം അന്യജാതികൾ തിന്നരുത്. സ്തോത്രം പറഞ്ഞേ. യേശുവിൻ രക്തം ചെയ്യാം. പ്രാർത്ഥിച്ച് രാത്രി ഇരുന്നാലും നിന്നെ ദൈവം വിടുവിക്കും. വേറെ ഒന്നിനും നിന്റെ ബലം തിന്നുകളയാൻ നീ വിട്ടുകൊടുക്കരുത്. ഈ രാത്രി നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, എൻ്റെ ബലം ദൈവത്തിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. എൻ്റെ ബലം തിന്ന് കളയാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് എത്ര പേര് പറയും? കാരണം ഇന്ന് രാത്രി പൂർണ്ണ മനസ്സോടെ പറ, പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സേവിക്കണം. ഇന്ന് രാത്രി കുക്ക് ചെയ്യാൻ നിനക്ക് പൂർണ്ണ മനസ്സ്, അല്ലെങ്കിൽ നിനക്ക് കഴിക്കാൻ പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്. പക്ഷേ ആരാധിക്കുമ്പോഴും പൂർണ്ണ മനസ്സ്, ആത്മാവിൽ നിൽക്കുമ്പോഴും പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ ശക്തിയോടുകൂടെ പൂർണ്ണ ബലത്തോടുകൂടെ ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രി ഒരു സ്തോത്രം പറഞ്ഞാൽ ഉണക്ക സ്തോത്രം പറയരുത്. അത് അഭിഷേകത്തിലേ പറയാവുള്ളൂ. നീ പ്രസംഗിച്ചാൽ വെറുതെ ഉണങ്ങി പ്രസംഗിക്കരുത്. നീ ആത്മാവിലെ പ്രസംഗിക്കാവുള്ളൂ. കാരണം നിന്നെ ഉഴപ്പന്മാരെ അല്ല ഇന്ന് രാത്രി ദൈവം വേണ്ടത്. പാടുവാണെങ്കിൽ 4 പേരെ കാണിക്കാനല്ല, ദൈവം കാണാൻ വേണ്ടിയാ പ്രാർത്ഥിക്കും. യേശുവിൻ രക്തം ജയ. എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ബലം തിന്നുകളയരുത്. ഇന്ന് രാത്രി ഫോൺ എൻ്റെ ബലം തിന്നുകളയരുത്. ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ബലം എന്നെ തിന്നുകളയരുത്. ഇന്ന് രാത്രി ശത്രു എന്നെ ഫോൾട്ട് ചെയ്യാൻ, ശത്രു എന്നെ ബ്ലെയിം ചെയ്യാൻ വരുന്ന സകല പ്രവർത്തികളിൽ നിന്ന് ഇന്ന് രാത്രി അഴിക്കാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുക. വിശ്വാസമുള്ളവർ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ബലം തിന്നുകളഞ്ഞു. ബലം യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. അടുത്ത വാക്കൊന്ന് വായിച്ചേ. എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ നരച്ചിരിക്കുന്നുവെങ്കിലും അവൻ അറിയുന്നില്ല. എന്തുവാ? അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു. അടുത്തത്, എങ്കിലും അവന്, സ്തോത്രം പറഞ്ഞു, നിന്റെ ടൈം, നിന്റെ സ്ട്രെങ്ത് ഏതു വശത്തൂടെ പോയാലും നിന്നെ അറിയിക്കാത്തൊരു വ്യാപാരം ഈ രാത്രി ദൈവം കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പറ, കർത്താവേ, ഇനി എൻ്റെ ബലം ആർക്കും തിന്നു കൊടുക്കാനോ? യേശുവിൻ രക്തം ചെയ്യാം. എടാ, എൻ്റെ ബലം തിന്നു കളഞ്ഞാൽ എനിക്ക് റിയലൈസ് ചെയ്യണ്ടേ? നിൻ്റെ വിഷയത്തെ നിന്നെ റിയലൈസ് ചെയ്യിക്കത്തില്ല. നിൻ്റെ തോൽവിയെ നിനക്ക് മനസ്സിലാക്കി കളയത്തില്ല. പിന്നെങ്ങനെ നിനക്ക് നിൻ്റെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നത്? അങ്ങനെ നിന്നെ ഒടുക്കിക്കളയുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ദൈവം മാറ്റാൻ പോവാം. യേശുവിൻ രക്തം ചെയ്യാം. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിനകത്തു നിന്ന് ദൈവത്തെ എടുത്തു കളയുന്ന സകല മേഖലകളും ഈ രാത്രി വിട്ടുകളയട്ടെ.
യേശുവിൻ രക്തം ജയ. ഞാൻ ചിലപ്പോഴൊക്കെ ചില ദൈവദാസന്മാരുടെ കൂടെ പോയി ആദ്യമൊക്കെ വിചാരിച്ചത് പ്രാർത്ഥിക്കാനാണല്ലോ. പ്രാർത്ഥന 15 മിനിറ്റ്, എൻ്റെ സോണൽ പാസ്റ്ററെ എന്തോ അടുത്ത 45 മിനിറ്റ് കുറ്റം പറച്ചിൽ, പിന്നെ നമ്മൾ പോവുക പ്രാർത്ഥിക്കാൻ. ആദ്യത്തെ 20 മിനിറ്റ് പ്രാർത്ഥന, വീണ്ടും 1 മണിക്കൂർ നാട്ടുകാര്യ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, പിന്നത്തേതിൽ അത് കുറ്റമായി. എന്നോട് ദൈവം പറഞ്ഞു ബലം തിന്നുകളയുക. ഇന്ന് രാത്രിയിൽ അവിടെ പോയി നിൽക്കേണ്ടിയവനല്ല, വഴി മാറിപ്പോ. ഈ രാത്രി പ്രാർത്ഥിക്കാനാണ് നീ പോകുന്നതെങ്കിൽ അവിടെ ചെന്ന് സൊറ പറഞ്ഞ് നിന്റെ സമയം കളയരുത്. പ്രാർത്ഥിക്കാനാണ് നീ വന്നതെങ്കിൽ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് നീ ഉറക്കളച്ചിരിക്കരുത്. പ്രാർത്ഥിക്കാനാണ് എങ്കിൽ നീ ഉറക്കളച്ചിരുന്നാലും അതിന് പ്രതിഫലമുണ്ട്. സ്വത്രം പറ. യേശുവിൻ രക്തം ജയ. ഇന്ന് രാത്രിയിൽ അന്യായമായിട്ട് എൻ്റെ ബലം തിന്നുകളയുന്ന, അന്യായമായിട്ട് എൻ്റെ സമയം എടുത്തു കളയുന്ന എല്ലാ ഗാഡ്ജസ്റ്റുകൾ, എനിക്ക് നേരെ നിൽക്കുന്ന എല്ലാ ആയുധങ്ങളെ ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു. പറ എന്നാ കാരണം? വീഴാതെ വണ്ണം നിന്നെ കളങ്കമില്ലാതെ ദൈവസന്നിധിയിൽ നിർത്താൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. സ്വത്രം പറ, സ്വത്രം പറ. 2 ബോട്ടിൽ നിനക്ക് ചവിട്ടാനൊക്കത്തില്ല. ഒന്നീ നീ മാമോനെ സേവിക്കണം, അല്ലെങ്കിൽ നീ ദൈവത്തെ സേവിക്കണം. മണി ഉണ്ടാക്കുകയും ദൈവത്തെ സേവിക്കാൻ കാനഡ നടക്കത്തില്ല. ഒറ്റ ബോട്ടിനകത്ത് കയറ, മണി പുറകെ വരും. ഈ രാത്രി കൈ ഉയർത്തിയിട്ട് പറ, എത്ര ഓവർ ടൈം എടുത്താലും നിനക്കൊന്നും കൂട്ടാൻ നിനക്ക് കഴിയത്തില്ല. പക്ഷെ നീ ദൈവത്തിൻ്റെ പുറകെ പോയാൽ നീ സ്വപ്നത്തിൽ കാണാത്ത ഒരു വഴി നിന്റെ പുറകെ വരും. യേശുവിൻ രക്തം ജയ. ഇന്ന് രാത്രി ആദ്യത്തെ ചില ജീവിതത്തിനു വേണ്ടി നീ പരക്കം പായുമ്പോൾ നിന്റെ ബലത്തെ ദൈവത്തിൽ ശത്രു തിന്നുകളയുക. ഇന്ന് രാത്രി നീ ആരാധനയിൽ നിന്റെ ബലം കളയാവുള്ളൂ. യേശുവിൻ രക്തം ജയ. സ്പിരിച്വൽ മേഖലയിൽ ഇന്ന് രാത്രി നീ ബലം കളഞ്ഞാൽ അതിന് റിട്ടേൺ ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. ലോകപ്രകാരം നീ എന്തിൻ്റെ പുറകെ ഓടിയാലും അതിൻ്റെ ബലം നിന്റെ കെടുത്തിക്കളയും. പക്ഷെ ഈ രാത്രി പറ, ആത്മാവിൽ ചലിക്കാൻ ഒരു ദൈവകൃപ. ഓ യേശുവിൻ രക്തം ജയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഷാതാ റാസാ ലാ ബാ 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 ബാ. రగదరగడగ జలగ జలగడగ 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 అడగ జలగ జలగడగ జలగడగ జలగ జలగ జలగడగ అదరగరగ దరగ జరగ 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 జర అడగ జలగడగ జలగ 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 జలగడగ అదలగ జలగ జలగ జలగడగ జలగడగ జలగడగ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബത്തിന് നേരെ, തലമുറയ്ക്കും നേരെ വരുന്ന എല്ലാ ഇരുട്ടിനെയും ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശാസിക്കട്ടെ, 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 ശാസിക്കട്ടെ. യേശുവിൻ രക്തം ജയം. യേശുവിൻ രക്തം ജയം. യേശുവിൻ രക്തം ജയം. അഹവ ചർച്ചിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ചില ചർച്ചിൻ്റെ ആരാധന കൃത്യം 1 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. നല്ല കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആരാധനയും വേണം, ജോലിയും വേണം. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞ്, തണുപ്പത്തെ കാര്യമല്ല പറയുന്നത്, തണുപ്പില്ലാത്ത സമയത്ത് ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. കറക്റ്റ് 2 മണിക്കൂർ ആരാധന നിർത്തും. ബാക്കി 3.5 മണിക്കൂർ വെളിയിരുന്ന കാര്യം പറയാം. ആരെപ്പറ്റി പറയുന്ന അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. കാരണം എന്താ? ഇന്ന് രാത്രി മൊത്തം 5.5 മണിക്കൂറാണ്. സഭ 2 മണിക്കൂർ സംസാരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ 7 മണിക്കൂർ. ഓ കട്ടപ്പാടൊന്നുമല്ല, അതിനകത്തൂടെ നിന്റെ ബലത്തെ തിന്നുകളയുക. ഇന്ന് രാത്രി ആരാധിക്കുമ്പോഴാണ് നിന്റെ ബലം വർദ്ധിക്കുന്നത്. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവം ഈ രാത്രി എഴുന്നേറ്റ് വരുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ ഉറക്കം കെടുത്തി നീ പ്രാർത്ഥനാ റൂമിൽ കയറ. അത് നിനക്ക് ഗുണം ചെയ്യാൻ പോകുക. യേശുവിൻ രക്തം ജയ. അത് നിന്റെ ബലം നശിക്കുമല്ല, നിന്റെ കുടുംബത്തിന്റെ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഈ രാത്രി അഴിക്കുന്ന ഒരഭിഷേകം. ഓ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്കറിയത്തില്ല. കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അന്യജാതികൾ എൻ്റെ ബലം തിന്നുകളയാൻ. അംജലാജ രാജലാജ 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 അർജലാജ രാജലാജ ലാജലാജ ലാജലാജ രാജലാജ അർജലാജ ജാര 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 അധകരഗത രഗതരഗത ഘടക ജലക 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 ജരക അർദ്ധരാധ ധീരധാര ധാര 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 അർദ്ധധേര ധീരധാര ധാര 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 ധാര. Jesus, 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 Jesus.
ആമേൻ. അവൻ അവിടെ പറ അവിടെ ജോബി ബ്രദറിൻ്റെ പപ്പയുടെ ഡാഡിയുടെ തലേന്ന് നോക്കി എല്ലാവരും ബാക്കിലൂടെ ഒന്ന് ഓർന്ന് നോക്ക്. ഉണ്ടോ? ആ നരയല്ല ഇപ്പം ഞാൻ പറയുന്നേ. ഫുൾ നരയുള്ള ഡാഡി പുറകെ ഇരിപ്പുണ്ട്. സ്വത്രം. അവിടെ ഇല്ല, ഇപ്പോൾ ഫുള്ളാണ് ഡാഡിയുടെ. അതല്ല ഇവിടെ പറയുന്നത്. നിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ സ്പിരിച്വലി ഡീൽ ചെയ്യണം. അതിനെ മറയ്ക്കരുത്. ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ഡൈ ചെയ്യലെന്നുള്ള ദൂതല്ല ഞാൻ പറയുന്നത്. നിൻ്റെ ജീവിതത്തിൽ വെളുത്തത് വരുമ്പം സ്തോത്രം പറ, യേശുവിൻ രക്തം ചെയ്യ. 30കളിൽ വെളുപ്പ് വരുമ്പോൾ നമ്മുടെ അകത്ത് സ്തോത്രം നമ്മളും മുക്കിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. അതിൻ്റെ അർത്ഥം മുക്കരുതെന്നുള്ള വിളിയല്ല പറയുന്നത്. യേശുവിൻ രക്തം ചെയ്യ. ഇന്ന് രാത്രി നീ പോലും അറിയാതെ നിൻ്റെ ജീവിതത്തിൽ വെളുത്ത് വരുമ്പോൾ സ്പോട്ടാകും. ഇപ്പം ജോ ബ്രദർ അടിക്കുന്നൊന്നുമില്ലല്ലേ? കാരണം ജോ ബ്രദറിന് നര വന്നിട്ടില്ല. ജോ ബ്രദറിന് നര വന്നു കഴിഞ്ഞപ്പോൾ ആ താടിയുടെ കാര്യം പോട്ടെ, തലയുടെ കാര്യം. അപ്പോൾ ഭാര്യ ഹന്ന പറയും, ഈ പ്രായത്തിലാണോ നര? അപ്പം ഇനിയും ജോയ് അടിച്ചില്ലെങ്കിലും ഹന്ന കൊണ്ട് ഇച്ചിരി തേച്ച് തരും, കുഴപ്പമില്ല. ഇത് തലയുടെ കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്പിരിച്വലി വീക്കായ ചില വെളുപ്പ് വരുമ്പോൾ അതിനെ മറയ്ക്കരുത്. അതിനെ സ്പിരിച്വലി ഡീൽ ചെയ്യണം. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ സഭ എന്തിനാണെന്നറിയാമോ? സഭയെ ആരാധിക്കാൻ മാത്രമല്ല. ഇന്ന് രാത്രി ഞാൻ മോനെ ജേക്കബിൻ്റെ ഒരു വിശ്വാസിയായിട്ട് ഞാൻ നേരിടുക. ജേക്കബിനകത്ത് കുടുംബത്തിനകത്തൊരു വിഷയമുണ്ടെങ്കിൽ ചർച്ചിനകത്ത് വന്നിട്ട് 3-4 പേര് കൂടി അതിനെ ഡീൽ ചെയ്യണം. യേശുവിൻ രക്തം ചിലത് മറച്ചു പോകരുത്. ആ മറവ് നിന്നെ തകർത്ത് കളയും. അഭിഷേകമുള്ളവൻ്റെ അടുത്ത് ചെന്നതിനെ ഡീൽ ചെയ്യണം. മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ചെറിയ ഉളുക്ക ഉണ്ടെങ്കിൽ ആദ്യമേ നീ ഡീൽ ചെയ്തില്ലെങ്കിൽ പിന്നത്തേതിൽ വലിയ ഉളുക്കായി മാറും. ചെറിയ ഉളുക്ക വരുമ്പോൾ നീ പ്രാർത്ഥിച്ചതിനെ ഡീൽ ചെയ്യുക. പിന്നത്തേതിൽ നിനക്ക് ഉളുക്കാതെ നടക്കാനുള്ള ഒരു ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കും. യേശുവിൻ രക്തം ചെയ്യ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴകൾ നീ മറച്ചു പോകരുത്. ആരും കണ്ടില്ലെന്ന് പറഞ്ഞ് പോകരുത്. അത് പിന്നത്തേതിൽ എല്ലാവരുടെ മുമ്പിൽ എവിഡൻ്റായി തെളിഞ്ഞ് നിന്നെ സ്പോട്ട് ചെയ്യാൻ ശത്രുവായൻ വ്യാപരിക്കുമ്പോൾ ഈ രാത്രി ദൈവം എന്നോട് പറയാ, ഇന്ന് രാത്രി ജയം വ്യാപരിക്കാൻ പോകുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ രാത്രി കൈകൾ അടിച്ചു. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ അവിടെ ഞാൻ നരച്ചത് ഞാൻ തിരിച്ചറിയുന്നു. യേശുവിൻ രക്തം ചെയ്യാം. കഴിഞ്ഞ കാലത്തെ പോലെ തീഷ്ണത നിനക്ക് കുറവാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവ് എനിക്ക് ഉപവാസമിരിക്കാനുള്ള കൃപ തരണം. യേശുവിൻ രക്തം. കൈയുയർത്തി പറ, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ പറ്റത്തില്ലെങ്കിൽ, ഒരു ഫീലിങ്ങും ഇല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കർത്താവേ ഒരു സംഗതി എൻ്റെ മേൽ വരട്ടെ. യേശുവിൻ രക്തം ചെയ്യ. അവൻ അവിടെ നരച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുക, നിന്നെ ഫോൾട്ട് ചെയ്ത് കളയുവാൻ എഫ്രൈമേ, നിൻ്റെ നരയെ പബ്ലിക്കിൽ അനാവൃതമാക്കാൻ വരുന്ന ചില ശക്തികളിൽ നിന്ന് ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കാൻ പോവാം. യേശുവിൻ രക്തം ചെയ്യ. നിന്നെ യേശുവിൻ രക്തം തള്ളി നിന്നെ വിടുന്ന ചില മേഖല ഈ രാത്രി നീ ആത്മാവിൽ മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ഒരു ദൈവപ്രവൃത്തി ചില കുടുംബത്തിൽ നടക്കാൻ പോവാ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, കർത്താവേ കോപമുണ്ടെങ്കിൽ കോപം മറയ്ക്കരുത്. കോപം നിന്നെ തകർത്ത് കളയും. യേശുവിൻ രക്തം ചെന്ന് പറ ദൈവസന്നിധിയിൽ, അപ്പാ എനിക്ക് കോപമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട്, അതിനൊന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പറ. നിശ്ചയമായിട്ട് ഞാൻ പറയാം, ദൈവം അതിനെ ഡീൽ ചെയ്യാൻ പോകാം. ഇന്ന് രാത്രി നിനക്കൊരു ബലഹീനതയുണ്ടോ, അത് മറച്ചു പോകരുത്. അത് 10 വർഷം കഴിഞ്ഞാലും പൊങ്ങി വരും. ഈ രാത്രി അതിനെ മറയ്ക്കാൻ ശ്രമിക്കരുത്. അതിനെ ഡീൽ ചെയ്ത് ആ വിഷയത്തെ എടുത്തു കളയാൻ നസ്രയൻ ഇന്ന് ഇറങ്ങാൻ പോവാം.
യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. അന്യഭാഷ പറഞ്ഞിട്ട്, ഒന്നുകൂടെ പറഞ്ഞ, കൈകൾ അടിച്ചിട്ട് ഉപവാസത്തിനകത്ത് വീഴുന്ന എല്ലാ പാപങ്ങളും ഒരുപക്ഷെ നീ ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കും. പക്ഷെ ഇത് നിന്നെ ഫോളോ ചെയ്യും. ഇന്ന് രാത്രി ആ ഫോളോ ചെയ്യുന്ന ചില വിഷയങ്ങൾ അഴിക്കണമെങ്കിൽ നീ അത് ദൈവസന്നിധിയിൽ ഇരുന്നതിനെ ഡീൽ ചെയ്യണം. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഈ രാത്രി പറ കർത്താവേ, അങ്ങനെ ഡീൽ ചെയ്യാനുള്ളൊരു ദൈവത്തിൻ്റെ കൃപ ഈ രാത്രി വ്യാപരിക്കട്ടെ. അധികം പൊതിഞ്ഞു പോകരുത്. ഈ രാത്രിയിൽ അടുത്ത 10 വർഷം കഴിയുമ്പോൾ പൊതിയാത്തതുപോലെ ഇന്ന് രാത്രിയിൽ പുറത്തു വരുന്ന ചില വ്യാപാരങ്ങൾ ഈ രാത്രി അഴിക്കാൻ ദൈവം പറയുക, അഴിക്കാൻ ദൈവം പറയുക. 20കളിലെ ഫോൾട്ട് 20കളിലെ തീർക്ക്, 30കളിലെ ഫോൾട്ട് 30കളിൽ തീർക്ക്, 40കളിലെ ഫോൾട്ട് 40കളിൽ തീർക്ക്, 50ന്റെ ഫോൾട്ട് 50കളിൽ തീർക്ക്. ഓ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവിടെ നരച്ചിരിക്കുന്നു എങ്കിലും അവൻ അറിയുന്നില്ല. ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയത്, നര വന്നാൽ നമ്മൾ വ്യക്തിപരമായിട്ട് അറിയും, പക്ഷെ ബൈബിൾ പറയുന്നു എങ്കിലും അറിയുന്നില്ല. പക്ഷേ ചില പ്രവാചകന്മാർ, ചില ഇടയന്മാർ വചനത്തിൽ കൂടെ നിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ചില വിഷയം നിന്റേതാണെന്ന് നീ മനസ്സിലായാൽ അവിടെ അങ്ങ് താണതിനെ ഡീൽ ചെയ്യുക. അവർ മെസ്സേജ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ വിഷയത്തിനകത്തും ദൈവം നിന്നെ പൊക്കിയെടുക്കും. എത്ര പേര് ദൈവത്തെ വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ വിഷയം നിനക്കുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ മെസ്സേജ് തീരുന്നതിന് മുമ്പ് നിന്റെ ആ വിഷയത്തെ ദൈവം ഡീൽ ചെയ്യും. ഈ രാത്രി പറ കർത്താവേ, എനിക്കൊന്ന് ജയിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകൾ അകത്തു വരട്ടെ. യേശുവിൻ രക്തം ജയ. പ്രാർത്ഥനകൾ അകത്തു വരട്ടെ, പ്രാർത്ഥനകൾ അകത്തു വരട്ടെ. കൂട്ടമായി പ്രാർത്ഥനകൾ വരട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ കൈകോർന്ന് കൂടി പ്രാർത്ഥന അകത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഒരുമിച്ച് പ്രാർത്ഥനകൾ വരട്ടെ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു. ഒരു വാക്യം ഒന്ന് വായിക്കണം. ഈ വാക്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. 4-ാം അധ്യായം, ഗലാത്യർ 4-ാം അധ്യായം. പതിനാറ് മുതൽ ഒന്ന് വായിച്ചു. ഗലേഷ്യൻസ് ചാപ്റ്റർ 4. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറകൊണ്ട്, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് കേട്ടോണേ. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? ഇങ്ങോട്ട് നോക്കിയേ. ഞാനത് എൻ്റെ കാര്യം പറയുമ്പോഴല്ലേ എനിക്കറിയത്തുള്ളൂ. എനിക്ക് ലിനോ പാസ്റ്ററുടെ സാക്ഷ്യം പറയാൻ എനിക്കറിയത്തില്ല. സ്തോത്രം. ഞാൻ പണ്ട് ചേതക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഓടിക്കുമ്പോൾ ഞാൻ ചരിഞ്ഞേ എന്ന് ഓടിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ റോയി എൻ്റെ പുറകിരുന്ന് ചോദിച്ചു, എങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്? അപ്പം എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞാൻ വർഷങ്ങളായിട്ട് ചരിഞ്ഞായിരുന്നു ഓടിക്കുന്നത്. അപ്പം പറഞ്ഞു, ഞാൻ ആദ്യം ഒന്നും വേണ്ടിയില്ല. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരനെ വേണ്ടിച്ചുള്ള സ്വാതന്ത്ര്യത്തെ പുറകെ തട്ടിട്ട്, എടാ നിന്നോടാ ചോദിക്കുന്നത്, നിനക്ക് എന്നാ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ. അവൻ എന്നോട് ചോദിച്ചു, ഒന്ന് നേരെ ഇരുന്ന് നോക്കി. ഞാൻ നേരെ ഇരുന്നു. ചോദിച്ചു, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കൂടുതലങ്ങ് ചരിയരുത്. വല്ലതൊക്കെ പറയുമ്പോൾ, സത്യം പറയുമ്പോൾ ആദ്യം ഇഷ്ടപ്പെടത്തില്ല. അയ്യോ എല്ലാവരും ഇവിടെ ഉണ്ടെന്നാ. അവനെ എത്ര പൈസ നിനക്ക് തന്നാലും തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കരുത്. അവൻ്റെ മോന്തയ്ക്ക് നോക്കി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോളൂ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. സത്യം പറക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? ഈ രാത്രി ചില സത്യങ്ങൾ മുഖത്ത് നോക്കി പറയണം. എത്ര പേര് റെഡിയാ? മോനെ ജേക്കബേ, സത്യമാണെന്നറിഞ്ഞിട്ട് അവനെ മഴക്കാനുള്ള വിളിയല്ല, ശത്രു
ശത്രുവായാലും നീ അത് ഓപ്പണായിട്ട് പറ. നിന്നെ സ്പോട്ട് ചെയ്യാൻ പിശാച് വന്നിരിക്കുക. യേശുവിൻ രക്തം ജയ. പൈസ ഇല്ലാത്തവരോട് കൂടെ പറയും, പൈസ ഉള്ളവനോട് പറയത്തില്ല. അങ്ങനത്തെ ശുശ്രൂഷയല്ല. പൈസ ഇല്ലാത്തവനോടും പറയും, ഉള്ളവനോടും പറയും. കാനഡയിലും ഇത് തന്നെ സംസാരിക്കും, ഉഗാണ്ടയിൽ പോയാലും ഇങ്ങനെ തന്നെ നിൽക്കും. മിണ്ടുന്നില്ല. യേശുവിൻ രക്തം ജയ. ഡോളർ കൂടുന്നിടത്ത് ദൂത് മാറത്തില്ല. ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. ഇനി അവിടെ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വത്രം പറ. ഇനി ആ വഴി മൊത്തമായിട്ട് അടഞ്ഞാലും വേണ്ടില്ല. ഈ രാത്രി കൈ ഓർത്തിട്ട് പറ, കർത്താവേ വീഴാതെ വണ്ണ. ഓ യേശുവിൻ രക്തം ജയ. മഹിമാസന്നതി കളങ്കമില്ലാതെ ഇന്ന് രാത്രി എത്ര പേര് പറയാൻ റെഡിയാ? അത് ഭർത്താവായാലും കൊള്ളാം, ഭാര്യ ആയാലും കൊള്ളാം, മക്കളായാലും കൊള്ളാം. തെറ്റിന് കൂട്ടു നിൽക്കേണ്ട കാലമല്ല ഈ രാത്രി അതിനെ ജയിക്കാനുള്ള. യേശുവിൻ രക്തം ചെയ്യുക. ഭാര്യമാരോട് പറയുക, എന്തെങ്കിലും ഭർത്താവിൻ്റെ എന്താ കുഴപ്പം പറഞ്ഞ മെക്കെട്ട് കയറി അദ്ദേഹത്തെ അടിച്ചമർത്തുമല്ല, പറയേണ്ട ഒരു രീതിയുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. എന്തോ ആ രീതിയുണ്ട്. അതിൻ്റെ അർത്ഥം നീ അങ്ങ് സാറങ്ങായി അവനങ്ങ് കുറ്റക്കാരനുമാക്കി അങ്ങ് വെച്ച് കാറരുത്. ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. ആ രീതി പറഞ്ഞവനെ നേടാൻ വേണ്ടിയാണ് നിൽക്കേണ്ടത്. കൈയുയർത്തി പറ, കർത്താവേ എൻ്റെ ദൈവമേ, സത്യം പറകൊണ്ട് ചില വിഷയങ്ങൾക്ക് ശത്രുവായി പോയാലും സഭയ്ക്കകത്ത് നേരോട് നിൽക്കണം. എത്ര പേരത് പറയുന്നുണ്ട്? യേശുവിൻ രക്തം ജയ. ഞാൻ സഭയിലെ ചിലരോട് പറയുക, യേശുവിൻ രക്തം ജയ. ചിലതിൻ്റെ സത്യം പറഞ്ഞാൽ നിനക്ക് ശത്രുവായി പോയാലും കുഴപ്പമില്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുക. കാരണം അന്ത്യത്തോളം ചെല്ലുമ്പോൾ നിന്നെ ഏൽപ്പിച്ചെടുത്ത് നീ വിശ്വസ്തനായി നിൽക്കും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. അറിയാതൊന്ന് സ്തുതിച്ചേ. യേശുവിൻ രക്തം ജയ. ഹല്ലേലൂയ. എൻ്റെ ലിനോ പാസ്റ്ററെ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അടുത്ത പാർട്ടിയായിരിക്കും. അവനൊരു കുറ്റം തന്നാൽ ആ സത്യം അങ്ങ് പറ. ഇനി അവൻ മേലാൽ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോൾ ദൈവം പറയും, വിശ്വസ്തനായ ദാസനെ ഇങ്ങ് പോരെ. എത്ര പേര് ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. അഹവ ചർച്ചിനോട് ദൈവം എന്നോട് പ്രവചനാത്മാവിൽ വിളിച്ചു പറയാൻ പറയുന്നു, ഈ രാത്രി സത്യം പറയുകൊണ്ട് ശത്രുവായാലും കുഴപ്പമില്ല, എനിക്ക് അവിടെ കളങ്കമില്ലാതെ നിൽക്കണം. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ കരമടിച്ച് ലാർ ബാർ ലാ സ ലാ റാ യേശുവിൻ രക്തം ജയ. യേശുവിൻ രക്തം ജയ. എത്ര പേര് അത് തീരുമാനമെടുക്കുന്നുണ്ട്? ഇന്ന് കൈകൾ ഉയർത്തിയിട്ട് പറ, കർത്താവേ ഞാനത് തീരുമാനമെടുക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കത്തില്ല. സത്യം പറഞ്ഞ ശത്രുവായാലും സ്വന്തം റൂംമേറ്റ് ആയാലും ഇന്ന് രാത്രി നീ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നാലും ഈ രാത്രി അവൻ്റെ കഞ്ഞി നിനക്ക് കിട്ടിയില്ലല്ലോ, ഈ രാത്രി ജയത്തോടെ നിൽക്കുന്ന ഒരഭിഷേകം ഈ രാത്രി വ്യാപരിക്കാൻ പോകുക. കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് പറയാൻ ഇത് വിഷമമുണ്ട്. എന്നെ പഠിപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലും വീണ്ടും വിഷമം, എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുവായി തീർന്ന ഒരാൾ എന്നെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചു കഴിഞ്ഞിട്ട് പറയുക, എന്തോ വിഷയം ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വീട്ടിലൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ എങ്ങനെയും പ്രാർത്ഥിച്ചങ്ങ് മരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുക. ഞാൻ പറഞ്ഞത് വലിയ സീനിയർ പുള്ളിയാ. കയറി നിന്ന് പറഞ്ഞു, വേണമെങ്കിൽ കർത്താവെ അപ്പച്ചനെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുക. കയറി നിന്ന് ഞാൻ പറഞ്ഞു, ചാകാനുള്ള പ്രാർത്ഥിക്കാനല്ല എൻ്റെ വിളി, ജീവൻ വെപ്പിക്കാനുള്ള വിളിയാ. ഇന്ന് രാത്രി നീ ചാകാൻ പ്രാർത്ഥിച്ചാൽ ചാകത്തില്ല. നീ അഭിഷക്തനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈമിലെടുത്തോളും. യേശുവിൻ രക്തം ജയ. നട്ടല്ലു വളയ്ക്കാത്ത ചിലര് ഈ രാത്രി എഴുന്നേക്കാൻ പോകുക. കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക്. സത്യം പറകൊണ്ട് ശത്രുവായി പോയാലും പോരാ. അല്പസമയങ്ങൾ കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തെ സ്തുതിക്ക്. സത്യം പറ. ഇനി അടുത്ത വാക്ക് കേട്ടോണം. സഭയുള്ള ദൂത അടുത്ത വാക്ക് കേട്ടോ. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല,
നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കുകയത്രേ ചെയ്യുന്നത്. എത്ര പേര് ഇത് മനസ്സിലാകുന്നുണ്ട്? അവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കര എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുവാൻ ഇച്ഛിക്കുകയത്രേ ചെയ്തത്. ഈ രാത്രി എന്തുവാ നിൻ്റെ പുറകിലുള്ള ഫോഴ്സ് എന്ന് നീ ആത്മാവിൽ മനസ്സിലാക്കണം. നിന്നെ എരിവ് കാണിച്ച് റോങ് ഫൈറ്റിൽ ഏർപ്പെടുത്തി നീ കുടുങ്ങരുത്. ഈ രാത്രി കെയർഫുള്ളാകാൻ സഭയോട് പറയുന്നു. ഇത് എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. നിൻ്റെ ലൈഫിനകത്ത് എരിവ് കയറ്റി നിൽക്കരുത്. ദൈവം നിർത്തിയതിടത്തേ നീ നിൽക്കാവുള്ളൂ. മിണ്ടുന്നില്ല. ചിലത് എരിവ് കാണിക്കുക, കയറി നിന്നോ അടിച്ചോ കുഴപ്പമില്ല. ആത്മാവിലായാലും സ്പിരിച്വലി ആണെങ്കിലും ഇന്ന് രാത്രിയിൽ നിൻ്റെ ഏരിയയിൽ നിന്നെ പുറകിൽ നിന്ന് എരിവ് കാണിച്ച് നീ എന്നെ അവിടെ കയറിക്കുന്നത് ചിലപ്പോൾ ഗുണത്തിനല്ലായിരിക്കും കേട്ടോ. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, കർത്താവേ, ഇതൊക്കെ മനസ്സിലാകാനുള്ളൊരു കൃപ ഇന്ന് രാത്രി എൻ്റെ തലയിലേക്ക് വരുത്തണം. ഒന്നും മിണ്ടുന്നില്ല. ഈ രാത്രി ഞാൻ ആത്മാവിൽ കാണുക, ദാവീദിനെ ആണെങ്കിൽ ശൗല് തൻ്റെ കൊട്ടാരത്തിനകത്ത് മെയിൻ സീറ്റ് വെച്ചിട്ട് വിളിച്ചത്. കാരണം ഒന്നാം ദിവസം ദാവീദ് വന്നില്ല, രണ്ടാം ദിവസം വന്നില്ല. ശൗല് ചോദിക്കുക, എവിടെയാ ഈശോയുടെ മോനെ? അപ്പോൾ യോനാഥാൻ പറയാ, ഞാൻ അവധി കൊടുത്തങ്ങ് വിട്ടിരിക്കുക. പക്ഷേ ഇവിടെ സീറ്റ് ഒരുക്കിയത് എരിവ് കാണിച്ചത് ഗുണത്തിനല്ല, അവനെ തീർക്കാനാ. ചില മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, ചിലത് എരിവ് കാണിക്കുന്നത് എന്തിനാന്ന് നീ തിരിച്ചറിഞ്ഞോണ്. കരങ്ങൾ ഉയർത്തിയിട്ട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ജാലഘടക ഇതൊക്കെ മനസ്സിലാകുന്നവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. They make much of you but no for good purpose. യേശുവിൻ രക്തം ചെയ്യ. ഇന്ന് രാത്രി പറ, നിനക്ക് ദൈവത്തിൻ്റെ കൂടെ എരിവ് കാണിച്ചാൽ മതി. നീ ചിലർ എരിവ് കാണിക്കാൻ വേണ്ടി നിന്റെ അടുക്കൽ വരുമ്പോൾ അതിനു വേണ്ടി നിൽക്കരുത്. ഇന്ന് രാത്രി ജയിക്കാൻ ദൈവം പറയുന്നു. യേശുവിൻ രക്തം ചെയ്യ. അത് നിനക്ക് ഗുണത്തിനായിട്ടല്ല. നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടത്. അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. ഇന്ന് രാത്രി വേണ്ടാത്ത യുദ്ധത്തിന് ഏർപ്പെടരുത്, വേണ്ടാത്ത ഫൈറ്റിങ്ങിന് ഏർപ്പെടരുത്. ഇന്ന് രാത്രി ദൈവം പറയുന്ന മേഖലയ്ക്കകത്ത് നിൽക്കത്തുള്ളത് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഈ രാത്രി പരിശുദ്ധാത്മാവ് സഭയോട് പറയുക, ഗുണത്തിനായിട്ടല്ല ചിലർ വരുന്നത്. ഇന്ന് രാത്രി എരിവ് കാണിക്കുക, എരിവ് കാണിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇത് സഭയോടുള്ള വ്യക്തിപരമായ ദൂതെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ജീസസ്, യേശുവിൻ രക്തം ചെയ്യാം, യേശുവിൻ രക്തം ചെയ്യാം. വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരാൾ പറഞ്ഞു, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ എരിവ് കയറ്റി പറഞ്ഞു, ഓ ബ്രദർ പ്രാർത്ഥിച്ചാൽ തന്നെ വിടുതല്ല. പക്ഷേ പിന്നത്തേതിൽ ഞാൻ ചാടി പുറപ്പെട്ടപ്പോൾ എൻ്റെ ദൈവം എന്നെ വഴിക്ക് വെച്ച് എന്നെ ഒരൊറ്റ വലിക്കുന്നത് എനിക്കറിയാം. എന്നോട് പറഞ്ഞു, പോകരുത്. ഇന്ന് രാത്രി എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാലേ വരത്തുള്ളൂ. പക്ഷെ ഞാനത് ആ ശബ്ദം കേൾക്കാതെ പോയായിരുന്നെങ്കിൽ എന്നേക്കുമായി കുടുങ്ങിപ്പോയേനെ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചില വിഷയത്തിൽ നീ സ്പിരിറ്റിൽ ഡീൽ ചെയ്യണം. യേശുവിൻ രക്തം ജയ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ രാത്രികാലം മോനെ, ചിലതിനെ എരിവ് കാണിക്കും, ചെന്ന് സംസാരിക്കുക, ഡീൽ ചെയ്യുക. ചിലത് മിണ്ടരുത്, കാരണം അത് ഗുണത്തിനായിട്ടല്ല, അത് നിന്റെ തിന്മയ്ക്കായിട്ടത്രേ. യേശുവിൻ രക്തം ചെയ്യാം. മോനെ, റോബിനെ ചിലപ്പോൾ പറയും, ചെന്നങ്ങ് കയറി അങ്ങ് പിടിക്കുക, ചെന്നങ്ങ് അതിനെ ഡീൽ ചെയ്യേ. പക്ഷേ ഇറങ്ങരുത്, അത് ദോഷത്തിന് വേണ്ടിയാ. ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണം. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കേ. ഓ लार बार बार बाल बार बाल 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 अड़ा जला 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 अड़ा जला 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 एरिव काണിച്ച് എരിവ് കാണിച്ച് യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. വയ്യാത്ത ചില വിഷയത്തിൽ, ദൈവഹിതമില്ലാത്ത ചില വിഷയത്തിനകത്ത് നിന്നെ കുടുക്കി കളയാൻ വ്യാപരിക്കുന്ന വിഷയം ഈ രാത്രി ആഴിയാൻ. സ്വതന്ത്രം പറ, സ്വതന്ത്രം പറ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൽ മുഖാന്തരം ഒരാളങ്ങ് രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആൻഡോ പറയാം, മോനെ
ഒന്നും തോന്നരുത്. ഉദാഹരണം പറയാം. ആൻഡോ പറയാം, എൻ്റെ ജോയിൽ പ്രാർത്ഥിച്ചാൽ അങ്ങ് വിടുതല കേട്ടോ. കാരണം ആ കൊച്ചിനെ പൊക്കിയെടുത്തില്ലേ ആത്മാവിൽ, അത് ഡീല. ഇതങ്ങ് എരിവ് കാണിക്കുക. പക്ഷെ എരിവ് കാണിച്ച് മോനെ അന്ന് നടന്നത് കൃപയാലങ്ങ് നടന്നു പോയതാ. ഓ സ്വത്രം, അന്ന് നടന്നത് അങ്ങ് കൃപയാ നടന്നു പോയാൽ എരിവിൻ്റെ പുറത്ത് പോയാൽ അത് ഗുണത്തിന് പകരം ദോഷമാക്കി തീർക്കുക. ഇന്ന് രാത്രി നിന്റെ ലൈഫിൽ സ്പോട്ട് ചെയ്യാൻ വരുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി അഴിക്കണം. സ്വതന്ത്രം പറ. ചില വിഷയത്തിൽ നീ സംസാരിക്കരുത്. ചില വിഷയത്തിൽ നീ അതേ വിഷയം സംസാരിച്ച് ജയിച്ചാലും ചില കുടുംബത്തിൽ നീ മിണ്ടാതിരിക്കണം. മിണ്ടുന്നില്ല. ലിനോ പാസ്റ്ററെ ഒരേ വിഷയം 10 തവണ ഡീല് ചെയ്താലും അതേ വിഷയം വീണ്ടും വരുമ്പോൾ കൂടെ നിൽക്കുന്നൊരു മൊത്തം പേര് പറഞ്ഞാലും ചില സമയത്ത് വഴിമാറിപ്പോക്കണം. ഈ രാത്രി ജയിക്കാനുള്ള വിളിയാണ് നിന്റെ മേൽ. ഈ രാത്രി കൈകൾ ഉയർത്തിയിട്ട് സ്തോത്രം ചെയ്യുക. എരിവ് കാണിച്ച് ഗുണത്തിനായിട്ടല്ല നിങ്ങളെ കുടുക്കിക്കളയുക. യേശുവിൻ്റെ രക്തം ചെയ്യുക. വ്യാപരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവം അഴിക്കാൻ പോകുകയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? മോനെ എന്തിനാ എരിവ് കാണിച്ചെന്നറിയാമോ? ഞാൻ അതിനകത്ത് പെട്ട് എന്നെ അടച്ച് എന്നെ ആ വിഷയത്തിനകത്തുനിന്ന് വെളിക്കളയാൻ വരുന്ന വ്യാപാരങ്ങളെ ഈ രാത്രി ജയിച്ചോണോ. യേശുവിൻ രക്തം ചെയ്യാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നത് ദൈവമാ. പക്ഷെ ഇന്ന് രാത്രി ദൈവഹിതമല്ലാത്ത ചില വിഷയങ്ങൾ ഡീല് ചെയ്യല്ലെന്ന് ആത്മാവിനോട് പറയുക. കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. പോരാ. അല്പസമയങ്ങൾ കൈകൾ അടിച്ച് ഈ രാത്രി ഇനി അടുത്ത ദൂതിലേക്ക് കയറ. 4 ഗലാത്യർ വായിക്കുന്ന മോള് പോയോ? വായിച്ചു. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മിണ്ടുന്നില്ല. പാസ്റ്റർ സോണറ്റ് ഇരിക്കുമ്പോൾ എരിവ് കാണിക്കുന്നത് പോലെ മിണ്ടുന്നില്ല. പാസ്റ്റർ ലിനോ ഇരിക്കുമ്പോൾ ജോ എരിവ് കാണിക്കുന്നത് പോലെ ഞാനില്ലാത്തപ്പോഴും എരിവ് വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉപവാസമുള്ളപ്പോൾ എരിവ് കാണിക്കുന്നത് പോലെ അടുത്ത ആഴ്ച ഉപവാസം ഇല്ലാത്ത സമയത്ത് എരിവ് കാണിക്കണം. മിണ്ടുന്നില്ല. വഴി തുറക്കുമ്പോൾ രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന എരിവ് രോഗം മാറുമ്പോഴും ആ എരിവ് പ്രാർത്ഥനയിൽ കാണണം. മിണ്ടുന്നില്ല. PR കിട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ എരിവ്, ആ എരിവല്ല, ആ തീഷ്ണതയുള്ള എരിവ് നിനക്ക് വരുമ്പോൾ ഇതെല്ലാം കിട്ടുമ്പോഴോ എരിവ് വേണോ? മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ചില ഫോൾട്ടുകൾ നിന്റെ ലൈഫിലിടാൻ യേശുവിൻ രക്തം ചെയ്യ. എത്ര പേര് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, കർത്താവ് എന്നോടുള്ള ദൂത. യേശുവിൻ രക്തം ചെയ്യ. പ്രസംഗിക്കുമ്പോൾ മാത്രം വലിയ എരിവല്ല, പ്രസംഗമില്ലാതിരിക്കുമ്പോഴും പൈസ എരിവ് വേണം കേട്ടോ. പുറയിരിക്കുമ്പോഴും വേദിയിൽ ഇല്ലാതിരിക്കുമ്പോഴും നിനക്ക് എരിവ് വേണം കേട്ടോ. യേശുവിൻ രക്തം ചെയ്യ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് പറയാ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം യേശുവിൻ രക്തം ചെയ്യ. ഹല്ലേലൂയ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്കറിയത്തില്ല മോനെ. നമ്മളൊക്കെ സെമിനാറിൽ ഇരുന്നല്ലേ മോനെ, ആര് പ്രസംഗിച്ചാലും നമ്മൾ ഉപ്പുതൂണ് പോലെ അവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു. ഉണ്ടെന്നില്ല, കുറ്റി പോലെ അങ്ങനെ അങ്ങ് ഇരിക്കുക. സെമിനാറിൽ എന്താണെന്നറിയോ, കാര്യമായിട്ട് വല്ലതും പറഞ്ഞാൽ വീണ്ടും എന്നിട്ട് അന്യോന്യം നോക്കിട്ട് സംഭവം ഏറ്റവും ഉണ്ടെന്നില്ല. സ്വത്രമല്ല പറയുന്നത്. നല്ലൊരു വെളിപ്പാട് പറഞ്ഞാൽ, ഇപ്പം ഈ എരിവിൻ്റെ വിഷയം പറഞ്ഞാൽ ഞങ്ങൾ സെമിനാറിൽ കൈയടിക്കത്തില്ല. എന്നിട്ട് കൂട്ടുകാരനെ നോക്കും, ജോയെ കൊള്ളാമല്ലോ,
എൻ്റെ കണ്ണ് കാണീര്. നീ കാനഡ വന്ന് നീ ഇംഗ്ലീഷുകാരനാവല്ലേ? എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണംകേലാമൂലയെന്ന് വന്ന് സ്റ്റൈലങ്ങ് കളിക്കല്ലേ. ഇന്ന് രാത്രി ആ എരിവ് ഇവിടെ പോകരുത്. പിശാച് നിന്നെ ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു എരിവ്. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ, അയ്യോ സ്തോത്രം, അപ്പൻ അമ്മ കൂടെ ഇരിക്കുമ്പോൾ എരിവ് കാണിക്കാൻ എളുപ്പമാ. അപ്പൻ അമ്മ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും എരിവ് കാണണം. യേശുവിൻ രക്തം ജയം. ഭാര്യ ഉള്ളപ്പോൾ ഭർത്താവിന് ഭയങ്കര എരിവാ. ഒരാളില്ലാത്തപ്പെടുന്ന എരിവ് നീ കാണിക്കണം. പിശാച് നിന്നെ സ്പോട്ട് ചെയ്യാൻ ചേരുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോവാ. എത്ര പേര് പ്രാർത്ഥിക്കുന്ന എനിക്കറിയത്തില്ല. ഇവിടെ പ്രാക്ടീസിന് വരുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ സഭയ്ക്കകത്ത് വരുമ്പോൾ മോനെ എൽതോ എരിവിന് കുഴപ്പമില്ല. ഇവിടുന്ന് വെളിയിൽ പോകുമ്പോൾ ആ എരിവ് കളയാൻ പിശാച് അടുത്ത് വരുമ്പോൾ ഈ രാത്രി എൻ്റെ ദൈവം എന്നോട് പ്രവചിക്കാൻ പറയാ. എരിവ് കളയാത്തൊരു അഭിഷേകം ഇന്ന് രാത്രി തലയുടെ മണ്ടയ്ക്ക് വരിക. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. ഇച്ചിരൂടെ മനസ്സിലാകുന്ന ഭാഷ ജിസ ഞാൻ പറയാം. നമ്മളൊക്കെ നാട്ടിൽ ഇവിടൊക്കെ ആണെങ്കിൽ ഫുഡിനൊന്നും കുഴപ്പമില്ല, എക്സസ് ഫുഡുകളല്ല. നാട്ടിലൊക്കെ ഉണ്ടല്ലോ, വല്ലോൻ്റെയും വീട്ടിൽ വല്ലോനും വിളമ്പുന്നൊന്ന് കാണണം. മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ ഭാഷയെ പറയാം. പാസ്റ്റർ ലിനോയുടെ വീട്ടിൽ ഫെയ്ത്സൺ വിളമ്പാൻ വേണ്ടി കേരളത്തിൽ അങ്ങ് പോകാന്നിരിക്കട്ടെ. എന്നാ വിളമ്പുന്നത്? കാരണം ഇത് എൻ്റേതല്ലല്ലോ, പുള്ളിക്കല്ലേ. ഇരിക്കട്ടെ, പുള്ളിക്ക് ആ എരിവ് അത് ഗുണത്തിനല്ല. മിണ്ടുന്നില്ല. ഈ വലിയ വിളമ്പ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാനങ്ങ് വിളമ്പ്. അന്നേരം ഞാൻ പറയും പിടിച്ച് വിളമ്പിക്കണം. ഇപ്പം മനസ്സിലായി? ഇപ്പം വളരെ ക്ലിയറായിട്ട് അല്ലേ മോനെ, എല്ലാം ക്ലിയറായിട്ട് എരിവ് ഇപ്പം മനസ്സിലാകാതിരിക്കട്ടോ. ഓ എൻ്റെ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? വല്ലോൻ്റെയും വീട്ടിൽ ഭയങ്കര എരിവ്. സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരെരിവും ഇല്ല. ഒന്നും മിണ്ടുന്നില്ല. സ്വന്തം വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര എരിവ്. മറ്റുള്ളവൻ്റെ വീട്ടിൽ വരുമ്പോൾ ദൂതൊക്കെ പറയുമ്പോഴങ്ങോട്ട് എരിവ് അങ്ങോട്ട് വരുന്നില്ല. നമ്മളോട് പറഞ്ഞാലോ സോളമനോട് എല്ലാം പറഞ്ഞ എനിക്ക് തന്നെ വേണോ? സോളമാ നിനക്ക് വഴി തുറക്കും. ഫെയ്ത്സൺ മോന്ത നോക്കിയോണം. എൻ്റെ മോന്ത നോക്കത്തു കാണത്തില്ലല്ലേ? സന്തോഷം ഒരു എരിവ്. ഫെയ്ത്സണെന്ന് വല്ലതും പറഞ്ഞ ഈ സ്വഭാവം നിന്റെ ഫോൾട്ട് വരുത്തുക. പിടികിട്ടുന്നുണ്ടോ? പിശാച് നിന്റെ അടുത്ത് വന്നിട്ട് പറയുക, അടുത്തിരിക്കുന്ന ഒരു സോളമൻ്റെ ദൂത് കേൾക്കുമ്പോൾ നിനക്ക് ഒരു എരിവും ഇല്ലല്ലേ? ശുഭിൻ രക്തം ജയം. അടുത്തിരിക്കുന്നവൻ്റെ ഒരു വീട് 5 ബെഡ്റൂം ഒന്നും പറയരുത്. നിന്റെ വീടിൻ്റെ എരിവ് തന്നെ വല്ലവർക്കും കിട്ടുമ്പോഴും നിനക്കൊരു എരിവ് വേണം. യേശുവിൻ രക്തം ജയ. നിനക്ക് ജോലിക്ക് കിട്ടുന്ന അതേ എരിവ് യേശുവിൻ രക്തം ജയ മറ്റുള്ളവരുടെ ലൈഫിലും വേണം. യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. റാസ് ബറ്റാല റബാഹസ് ബറ്റാലിയ. ഇന്ന് രാത്രി മോനെ ജോയലെ ഇത് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പിശാച് വരുമ്പോൾ ഇന്ന് രാത്രി ജോയൽ പറയണം, ഇല്ല സോളമനോട് ഇനി പറപ്പൻ ദൂത് പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ ഫേസിന് മാറ്റമില്ല. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടിയാ. കാരണം സോളമൻ്റെ വിളിയല്ല എൻ്റെ വിളി, സോളമൻ്റെ വഴിയല്ല എൻ്റെ വഴി, സോളമൻ്റെ മേഖലയല്ല എൻ്റെ പേര്. യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ വരേണ്ടത് എൻ്റെ വീട്ടിൽ വരും. എൻ്റെ വാതിൽ വരേണ്ട നന്മ എൻ്റെ വാതിലിൽ വരും. യേശുവിൻ രക്തം ജയ. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ, പാസ്റ്റർമാർ ഇരിക്കുമ്പോൾ കയ്യടി, പാസ്റ്റർമാർ മാറുമ്പോൾ കയ്യടി നിർത്തരുത്. ആ എരിവ് ഞാൻ ഉള്ളപ്പോൾ മാത്രമല്ല, ഞാൻ ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ
പോരാ 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 പോരാ. കൈകൾ അടിച്ച് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്ന നന്ന്. നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്ന നന്ന്. നല്ല കാര്യത്തിൽ പറ, നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്ന നന്ന്. ഇപ്പൊ എവിടെ എരിവ് വരുന്നേ? ഇപ്പോഴെവിടെ എരിവ് വരുന്നേ? നല്ല കാര്യത്തിലല്ലെങ്കിൽ ഒന്ന് ഇന്ന് രാത്രി ശോധന ചെയ്തു. നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറ, കർത്താവേ, നല്ല കാര്യത്തിലല്ല എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ, അഴുക്ക് കാര്യത്തിലാണ് എരിവ് ഇച്ചിരി കൂടുതൽ, ടെമ്പറാമെൻ്റ് കൂടുതൽ, അവിടെ കിടക്കുക. പക്ഷെ ടുഡേ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരിക. സ്വോത്രം 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 സ്വോത്രം. മണക്കാലം ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ സ്പിരിച്വൽ എംബസൈസ്ഡ് ആയ ഫുഡ് കിട്ടത്തില്ല. സ്വോത്രം. വെള്ളിയാഴ്ച സ്വോത്രം. വ്യാഴാഴ്ച ബ്രെഡ് ബട്ടറൊക്കെ വ്യാഴാഴ്ച നൈറ്റ് വരും. ഒന്നും മിണ്ടുന്നില്ല. നീ തരണ്ടടാ, ഞങ്ങളുടെ ബ്രെഡ് ഉണ്ടെന്നാ അതിൻ്റെ അർത്ഥം. ഇനി കണ്ടാലോ നമ്മൾ പറയും, ബ്രെഡ് ആരാ കൊണ്ടുവച്ചത് ഞങ്ങൾക്കറിയത്തില്ല. ഇത് കാണിക്കുമ്പോൾ മാറ്റുന്ന സാധനമല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാ. കൈ അങ്ങ് പൊക്കാം. കർത്താവേ, ഒരുത്തൻ കൂടെ ഇരിക്കുമ്പോഴും ഇരിക്കാത്തപ്പോഴും നല്ല എരിവുണ്ട്. ഓ യേശുവിൻ രക്തം. ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ട് പേര് ഞങ്ങൾ വെളിയിൽ പോയപ്പോഴും ഞങ്ങൾ അവിടുത്തെ കയറി ഞങ്ങൾ അന്യഭാഷ പറയുക. എൻ്റെ കൂടെ നിന്ന് അദ്ദേഹം അന്യഭാഷ പറയുക. ഇന്ന് രാത്രി അത് എവിടെ പോയാലും അന്യഭാഷയാണ്. യേശുവിൻ രക്തം ജയം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാനുണ്ട്? ഇന്ന് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജിസനാണ് കൊണ്ടുവിട്ടത്. ഞങ്ങൾ ഭൂരിഭാഗം പേര് ഒരു കാര്യമല്ല പറഞ്ഞു, ഞങ്ങൾ അന്യഭാഷയാണ് പറഞ്ഞ്. ഇന്ന് രാത്രിയിൽ അത് പോകുമ്പോഴും അത് തന്നെയാണ്. പോയി കഴിഞ്ഞും എന്താ നമ്മൾ വാതോരാതെ വചനം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അത് എവിടെയാണെങ്കിലും അത് തന്നെയാണ്. അത് ജോയിൽ വന്നാലും അങ്ങനാണ്, അത് വേറെ ആരെങ്കിലും വന്നാലും അങ്ങനാണ്. ഇന്ന് രാത്രി കൈ ഓർത്തിട്ട് പറ, കർത്താവ്, ഞാൻ നിങ്ങളോട് ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്ന നന്ന്. ഈ രാത്രിയിൽ റോങ് എരിവ് കാണിച്ച് റോങ്ങിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി ദൈവം ആഴ്ച ദൂരക്കളയാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ രക്തം ജയ. പാസ്റ്റർമാർ ഇതിനെ ഡീൽ ചെയ്തോണം. പാസ്റ്റർമാർ ഇതിനെ കെയർഫുൾ ആയിക്കോണം. ഇന്ന് പകൽ ആത്മാവിലുള്ള കുഞ്ഞുങ്ങൾ ഇതിനെ ഡീൽ ചെയ്തോണം. ഈ രാത്രി കൈ ഓർത്തിട്ട് പറ, കർത്താവേ, ദൈവഹിതമല്ലാത്ത ഒറ്റ ബന്ധത്തിൽ ഞാൻ പോകത്തില്ല. ദൈവഹിതമല്ലാത്ത ഒറ്റ വഴി ഞാൻ പോകത്തില്ല. ഇന്ന് രാത്രിയിൽ ആരെൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലേലും, എന്നെ ആരും നോക്കാനില്ലെങ്കിലും ഉണ്ടെങ്കിലും, ഇന്ന് രാത്രിയിൽ എൻ്റെ എരിവിന് മാറ്റമില്ല. സ്വത്രം പറ, എൻ്റെ എരിവിന് മാറ്റമില്ല. എൻ്റെ എരിവിന് മാറ്റമില്ല. സ്വത്രം പറ, എൻ്റെ എരിവിന് മാറ്റമില്ല. എൻ്റെ എരിവിന് മാറ്റമില്ല. ഇന്ന് രാത്രിയിൽ ഓട്ടക്കോളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവർ ഒറ്റ ഒരാളേ ഉള്ളൂ. ഈ രാത്രി വിരുദ് പ്രാപിക്കാൻ വേണ്ടി ഓടുന്നൊരു തലമുറ ആഹവായി എഴുന്നേക്കാൻ പോകുകയാ. യേശുവിൻ രക്തം ജയ. ചർച്ചിനകത്ത് എരിവ്, ചർച്ചിൻ്റെ പുറത്തു പോയാലും എരിവ്, വീട്ടിൽ പോയാലും ഒരു എരിവ്, ആരെ നാട്ടിൽ പോയാലും എരിവ്, മാർക്കറ്റിൽ പോയാലും എരിവ്. ഈ രാത്രി കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഉടുപ്പ് മാറുന്നത് പോലെ അകത്ത് വരുമ്പോഴുള്ള എരിവുള്ളവന്മാര് വെളിയിൽ പോകുമ്പോൾ തോറ്റുപോകാൻ ഇടയായിത്തീരും. ഈ രാത്രി വീഴാതെ വണ്ണം നിന്നെ അന്ത്യത്തോളം നിലനിർത്തുന്ന ഒരു ദൈവകരം ഇന്ന് ഞാൻ കാണുക. തിരിച്ച് താഴോട്ടൊക്കെ വായിക്കണമെന്നുകൊണ്ട് തിരിച്ച് വാക്യത്തിൽ വന്നേ. എഫ്രൈം വായിച്ചേ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോഷയാകുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോഷയാകുന്നു. അടുത്തത്, അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ നരച്ചിരിക്കുന്നെങ്കിലും അവൻ അറിയുന്നില്ല. അടുത്ത വാക്ക്, ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അപ്പന്റെ മുഖഭാഗം എവിടായിരിക്കുന്നേ?
കൊച്ചുമകൻ്റെ മുഖത്ത് തെളിഞ്ഞിരിക്കുക. ഇന്ന് രാത്രി കൈയുയർത്തി പറ, കർത്താവേ, എൻ്റെ അഹംഭാവം എൻ്റെ കൊച്ചുമകൻ്റെ മേൽ അത് വെളിപ്പെടരുത്. അതിനെന്തോ ചെയ്യണം? എൻ്റെ സൗമ്യത കൈമാറണം. കൈ ഉയർത്തി പറ, കർത്താവേ, എൻ്റെ അഹംഭാവം നെക്സ്റ്റ് ജനറേഷനിൽ പോകല്ലേ. എൻ്റെ ഈഗോ നെക്സ്റ്റ് ജനറേഷനിൽ പോകല്ലേ. എൻ്റെ തോൽവി നെക്സ്റ്റ് തലമുറയിലേക്ക് ട്രാൻസ്ഫർ ആകല്ലേ. വീഴാതെ വണ്ണം. ഓ ജീസസ്. നമ്മുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാമോ? ആ ഉണ്ടല്ലോ. ദൈവമേ, ഞാൻ ഓർത്തു ഞാൻ ഞെട്ടിയാ ചോദിക്കുന്നത്, ആരും കാണത്തില്ലേ? യോലേ, അത് അടുത്ത തലമുറയിലേക്കും അതിൻ്റെ അടുത്ത തലമുറയിലേക്കും എവിഡൻ്റായി തെളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഈ രാത്രി വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് കളങ്കമല്ലാതെ നിർത്താൻ ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ മാതാപിതാക്കളെ നോക്കുമ്പോൾ ദൈവം പറയാ, നിൻ്റെ വല്യമ്മ ലോവിസിലും നിൻ്റെ അമ്മ യുനീക്കയിലും മോനെ തിമത്തിയോസേ നിന്നിലും അതേ നിർവ്യാജ വിശ്വാസം ഞാൻ കണ്ടിരിക്കുക. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന മാതാവിനോട് ഞാൻ പറയുക, നീ അനുഭവിക്കുന്ന വ്യാജമില്ലാത്ത വിശ്വാസം അത് നിൻ്റെ തലമുറയിലേക്ക് കൈമാറും. നീ അനുഭവിക്കുന്ന വ്യാജമില്ലാത്ത ദൈവകൃപ തലമുറയിലേക്ക് കൈമാറും. യേശുവിൻ രക്തം ചെയ്യാം, യേശുവിൻ രക്തം ചെയ്യാം. ഹല്ലേലൂയ. എൻ്റെ ഇളയ മോനോട് എൻ്റെ അളിയൻ വീട്ടിൽ വന്നു. ഇപ്പോൾ ഈ അല്ലെങ്കിലും ഉണ്ടല്ലോ, ഈ ഡ്രൈവിംഗ് അറിയാവുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ പോയെന്ന് പറയാം, നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റത്തേ ഇല്ല. കാരണം അവരിപ്പുറത്ത് നിന്ന് ഭയങ്കരമായിട്ട് പറയും, നിങ്ങളോട്ട് പഠിക്കും, നിങ്ങൾ വേണമെങ്കിൽ വല്ലവരും $100 കൊടുത്ത് വല്ലവൻ്റെയും പോയി പഠിക്കുക, നിങ്ങൾ പഠിക്കും. അപ്പോൾ എൻ്റെ കാര്യം പറയുക. അപ്പം നമുക്ക് ഈ ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഇപ്പം എൻ്റെ ഭാര്യയുടെ ആങ്ങള എന്നേക്കാൾ 5-8 വയസ്സ് മൂപ്പ് വന്ന, പക്ഷെ അവൻ്റെ ഓടിയിൽ കാണുമ്പോഴേ മനോബ്രദറെ നമ്മുടെ ആളിക്കത്തല്ല. അപ്പം മൂത്തവന്മാർ കഴിഞ്ഞ ഒക്കെ ഞാനങ്ങ് പറയുക, എൻ്റെ തെറ്റല്ലേ അങ്ങ് പറയുക. സ്വത്രം. അപ്പം എൻ്റെ മൂത്തവന്മാർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടത്തില്ല. ഇളയവനോട് പറഞ്ഞു, ജോനോട് പറഞ്ഞു, എടാ ജോസച്ചാൻ വരുമ്പോൾ കേട്ടോ വണ്ടിയിലൊന്നും കയറില്ല കേട്ടോ, അവിടെ എൻ്റെ ബുള്ളറ്റ് ഇരിപ്പുണ്ട്, പുള്ളി എടുത്തുകൊണ്ട് പോക്കെ വിളിച്ചാലും പോകല്ലേ കേട്ടോ. അപ്പം ജോനു ഇളയ 6 വയസ്സുകാരൻ, ഇല്ല പപ്പ. പുള്ളി ഇങ്ങോട്ട് വന്ന് കയറി ആദ്യം പറയാം, എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ അച്ചാച്ചൻ്റെ കൂടെ കയറിപ്പോയി. അവളെന്നോട് എനിക്ക് ചിരിച്ചങ്ങ് മറിഞ്ഞങ്ങ് താഴെ എന്തോ പറയാൻ പറ്റും. എൻ്റെ അളിയൻ ഒരു നല്ല ഭക്തനായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലേ മനു, ഇനി മേലാമിണ്ടാത്ത അവസ്ഥയായിപ്പോയി. ഇപ്പം എനിക്ക് മനസ്സിലായി, വേണ്ടുന്നത് പറഞ്ഞാൽ മതി, ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് കൈ ഉയർത്തിയിട്ട് പറ, നമ്മുടെ കള്ളത്തരമൊന്നും പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ള കാര്യം പറയും. എങ്ങനെയുണ്ട് പപ്പയും മമ്മിയും? ഭയങ്കര സ്നേഹം. അവരോട് ചോദിച്ചു നോക്ക്, അടിയും ബഹളമെന്ന് പറയും ഉണ്ട് മര്യാദയ്ക്ക്. ഒന്ന് കൈ ഉയർത്തി പറ, കർത്താവേ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഇസ്രായേലിൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് സാക്ഷീകരിക്കും. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചില്ല. നിൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല വിഷയത്തിലും യു ഹാവ് ടു സീക്ക് ദ ഫേസ് ഓഫ് ദ ലോർഡ്. കൈയോർത്തി പറ. ഞാൻ വീണ്ടും പറയാം, പൈസ ഉണ്ടെങ്കിലും you have to seek the face of the Lord. വണ്ടി എടുക്കാൻ പൈസ വന്നാൽ you have to ask God, കർത്താവ് ഏതാ എടുക്കേണ്ടത്? നീ അങ്ങനെ ഒന്ന് ചോദിച്ചു വെക്ക. ഞാൻ പറയാം, നിനക്ക് കളർ ഉൾപ്പെടെ അവൻ പറയും. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കൈവയ്ക്കുമോ? കളർ ഉൾപ്പെടെ പറയും. നീ പോകുന്നൊരു ചെറിയതായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ നീ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ യു വിൽ ഗെറ്റ്
ബിഗർ ദാൻ ദാറ്റ്. വാഹാ, കാരണം നീ ചെറുതും വലുതുമായ സകല വിഷയത്തിലും നീ ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കണം. ഇന്ന് രാത്രി വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുമ്പോൾ, ദൈവം നിന്നെ കളങ്കമില്ലാതെ നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ, സോണറ്റ് പാസ്റ്ററെ, ചെറിയ വിഷയത്തിലും അവൻ ദൈവത്തെ സീക്ക് ചെയ്യുന്നവന് ദൈവത്തിന് തോന്നണം. അവൻ ചെറിയ വിഷയത്തിലും വലിയ വിഷയത്തിനും അവൻ ഒരുപോലെ അവൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. ഇന്ന് രാത്രി കൈകൾ ഉയർത്തിട്ട് പറ, ഒക്കുന്ന വിഷയത്തിൽ ഒക്കുന്ന പോലെ ചെയ്യാനല്ല, നിനക്ക് ഒക്കുന്നതും ഒക്കാത്ത വിഷയത്തിലും നീ ദൈവത്തെ അന്വേഷിക്കണം. കാരമേർത്തി പറ, ഒക്കുന്ന വിഷയത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ പോവാ. ഒക്കാത്ത വിഷയത്തിനകത്ത് യേശുവിൻ്റെ രക്തം ജയം ഞാൻ അന്വേഷിക്കാൻ പോകുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുക, കളങ്കമില്ലാതെ ഫോൾട്ട്ലെസ്സായി ബ്ലെയിംലെസ്സായി പരിശുദ്ധാത്മാവ് ചില തലമുറകളെ കയറ്റി റെസ്റ്റോർ ആക്കുന്ന കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം കൈകൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കൈയോർത്തിട്ട് പറ, കർത്താവേ, സകല ഏരിയയിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കും, സകല കോണറിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കും. എനിക്ക് ചവിട്ടാൻ അറിയാവുന്ന മേഖലയാണെങ്കിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കും. യേശുവിൻ്റെ രക്തം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ലിനോ പാസ്റ്റർ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നാണെങ്കിൽ ജിസനെ കണ്ടു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവരെയും വേണം. ഇന്ന് അറിയാമെന്ന് വിചാരിച്ച് കയറി അങ്ങ് ഞെളിഞ്ഞിരിക്കരുത്. ചിലപ്പോൾ വചനം വായിന്ന് വരത്തില്ല. ഇന്ന് രാത്രി ചിലരുടെയൊക്കെ പ്രാർത്ഥന വേണം. ഇങ്ങോട്ട് ഞങ്ങൾ ജോബി ബ്രദർ ഞങ്ങൾ 4 പേര് വന്ന് എല്ലാവരെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥന ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി നമ്മളങ്ങ് നിൽക്കുവല്ല, നമുക്ക് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം, നമുക്ക് ദൈവത്തിൻ്റെ കൃപ അന്വേഷിക്കണം. ഈ രാത്രി കൈ മലർത്തിയിട്ട് പറ, എനിക്കുള്ള വിഷയത്തിന്, എനിക്കില്ലാത്ത വിഷയത്തിന്, പണമുള്ള വിഷയത്തിന്, പണമില്ലാത്ത വിഷയത്തിന് ഞാൻ നിന്റെ ഫേസിനെ സീക്ക് ചെയ്യും. അടുത്ത വാക്ക് വായിച്ചു വേഗം. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല, ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടുമില്ല. അടുത്ത വാക്ക്, എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ ആകുന്നു, ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ ആകുന്നു. അടുത്ത വാക്ക്, അവർ മിസ്രൈമിനെ വിളിക്കുകയും അശ്ശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ തലമുറയ്ക്കുള്ള ദൈവത്തിൻ്റെ ദൂത. നീ മിസ്രൈമിനെ വിളിക്കരുത്, അശ്ശൂരിലേക്ക് പോകരുത്. നിനക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ. നീ ഇരിക്കുന്നിടത്ത് അന്നത്തെ കാലത്ത് യെരുശലേമിൽ പോകണമായിരുന്നു. ഇന്ന് നീ യെരുശലേമിൽ പോകണ്ട. നിന്റെ ചെറിയ വാടക വീട്ടിലാണെങ്കിലും പായെടുത്തിരുന്ന് കഴിഞ്ഞാൽ നിന്റെ പായൽ ദൈവം ഇറങ്ങി വരും. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുക, എഫ്രൈം എൻ്റെ മകനായിരുന്നു, അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓ, എത്ര പേര് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമായിരുന്നു. യേശുവിൻ രക്തം ജയ. പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് അവൻ വഴിമാറിപ്പോയിരിക്കുന്നു. അവൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി അവൻ മാറിയിരിക്കുന്നു. യേശുവിൻ്റെ രക്തം ജയ. സോണറ്റ് പാസ്റ്ററെ 11-ാം അധ്യായം, ഇതിലേക്ക് ഞാൻ തിരിച്ചു വരാം കേട്ടോ. ചാപ്റ്റർ 11 വേഴ്സ് 1. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഒന്നുകൂടെ മിണ്ടുന്നില്ല. എൽദോയെ നമ്മുടെ 7-ാം വയസ്സിൽ എൽദോയെ സ്നേഹിച്ചതുപോലെ, എൽദോ യേശുവിനെ സ്നേഹിച്ചതുപോലെ ഈ 30കളിലും സ്നേഹിക്കുമ്പോഴാണ് ദൈവപ്രവർത്തി. യേശുവിൻ്റെ രക്തം ജയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, നിന്റെ ചെറിയ പ്രായത്തിൽ പറ്റുമാനം ഇരിക്കുന്നത് പോലെ തന്നെ നിനക്ക് 40കളിലും നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ? ഈ രാത്രി കൈകൾ ഉയർത്തി പറ, കർത്താവേ, ഈ ദൈവത്തെ എനിക്ക് സ്നേഹമാ. യേശുവിൻ്റെ രക്തം ജയ. മോനെ റോബിനെ, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് കളങ്കമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ 6 വയസ്സ് തന്നെ ജോന, ഞാൻ പറഞ്ഞു കേറല്, അവൻ ആദ്യം പറഞ്ഞു പപ്പാ പറഞ്ഞു. എൻ്റെ അടുത്ത് കളങ്കമില്ല. നമ്മളിപ്പോൾ 40ആയപ്പോൾ കുരുട്ടുബുദ്ധിയായി. ഇന്ന് പകൽ കൈ ഉയർത്തിട്ട് പറ, കർത്താവേ, ഞാൻ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. വെൻ ഐ ആം കിഡ്, വെൻ ഐ ആം ചൈൽഡ്, അതേ ലവ് ചെയ്യുന്നത് പോലെ ഇന്നും എന്നെ
ലവ് ചെയ്യുന്ന പാകത്തിൽ എന്നെ ഒന്ന് കയറ്റണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയാം, മോനെ ചിലരെ ദൈവം സ്നേഹിക്കാൻ പോവാം. സ്വതന്ത്രം പറ, സ്വതന്ത്രം പറ. ഇവിടെ ഇരിക്കുന്ന ചിലതിനെ ദൈവം വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? അവനൊന്ന് ചേർത്ത് പിടിക്കാനാ, അവൻ നിന്നെ സ്നേഹിക്കാനാ. ഇന്ന് രാത്രി പാപത്തിൽ നിന്നെ രക്ഷിക്കാനുള്ള കാരണമെന്നാ? അവന്റെ ലവ് നിന്റെ കൂടെ ഉണ്ട്. യേശുവിന്റെ ജയം. ഹല്ലേലൂയ. മിസ്രൈമിൽ എഴുതോ, ആദ്യം നമ്മൾ പോയി ഇസ്രായേലിൽ ഇരിക്കേണ്ടി വരായിരുന്നു, ദൈവത്തിൻ്റെ രാജ്യത്ത് ഇരിക്കേണ്ടി വരുന്നു. പക്ഷേ മിസ്രൈമിൽ പോയപ്പോഴും ദൈവത്തിൻ്റെ കനിവ് വിട്ടില്ല. അവൻ മിസ്രൈമിൽ ഇറങ്ങി വന്നു. അതിൻ്റെ അർത്ഥം ജഡീക വിഷയത്തിൽ ഇറങ്ങി വന്നിട്ട് അവൻ എന്നെ വിളിക്കാൻ റെഡിയായി. ഇന്ന് പകല് രാത്രി ഞാൻ ചോദിക്കുക, ഈ വിളിച്ച ദൈവത്തിന് നിന്നെ കൈ കൊടുക്കാൻ പറ്റുമോ? യേശുവിൻ രക്തം ചെയ്യാ. നീ നിൽക്കുന്ന ഇസ്രായേലല്ല, നീ നിൽക്കുന്ന മിസ്രൈമിൽ വന്ന് അവൻ നിന്നെ വിളിക്കാൻ പോവാ. കാരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, മിസ്രൈമിൽ നിന്ന് ഞാൻ അവനെ വിളിച്ചു. മോനെ, ചിലർ കുതിരകളിൽ ആശ്രയിച്ചു, ചിലർ രഥങ്ങളിൽ ആശ്രയിച്ചു. അതെവിടാ? മിസ്രൈമില്. ഇന്ന് രാത്രി നീ വല്ലോരെയും ആശ്രയിക്കുമ്പോഴും, രഥത്തിൽ ആശ്രയിക്കുമ്പോഴും, കുതിരയിൽ ആശ്രയിക്കുമ്പോഴും എൻ്റെ ദൈവം നിന്നെ വിളിക്കുക. കാനഡയിൽ നിന്ന് കാനഡയുടെ സിസ്റ്റത്തെ ആശ്രയിക്കുമ്പോൾ ജോയെ വന്നിട്ട് വിളിക്കുക, മോനെ നീ അവിടെ അല്ല ആശ്രയിക്കേണ്ടത്, നീ എൻ്റെ അടുക്കലേക്ക് വാ. സ്വത്രം പറ. ഇന്ന് രാത്രിയിൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു? ഇവിടുത്തെ സിസ്റ്റത്തിലേക്ക് നീ കയറി ആശ്രയിക്കുമ്പോൾ ആ സിസ്റ്റത്തിനകത്ത് വന്ന് ദൈവം നിന്നെ വിളിക്കാം. നീ അവിടെ അല്ല ആശ്രയിക്കേണ്ടത്, ഞാനാണ് നിന്റെ അപ്പൻ. ഇന്ന് രാത്രി കൈ ഓർത്തിട്ട് പറ, കാനഡയിലല്ല മോനെ റോബിനെ ആശ്രയിക്കുന്നത്, കാനഡയുടെ ഡോളറിലല്ല ആശ്രയിക്കേണ്ടത്. ഇന്ന് രാത്രി അവിടുന്ന് ഇറങ്ങി വാ, എൻ്റെ ദൈവം നിന്നെ വിളിക്കുക. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ചിലരെ മാടി വിളിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുക. കം ടു ദ ലോർഡ്, കം ടു ദ ലോർഡ്, കം ടു ദ ലോർഡ്. ഈ രാത്രി ഞാൻ പറയുക, ഓ വാ 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 വാ, അവൻ നിന്നെ വിളിക്കുക. ഇനോപ്പാസ്റ്ററെ ബൈബിൾ ഇങ്ങനെ പറയുക, അവരെ വിളിക്കും തോറും അവരകന്നു പോയിക്കൊണ്ടിരുന്നു. നെക്സ്റ്റ് വേർഡ്, അവരെ വിളിക്കും തോറും അവരകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു പപ്പ മോനെ വിളിക്കുന്നത് പോലെ ഇന്ന് രാത്രി സഭയെ വിളിക്കുക. വാ. എത്ര പേർക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും? എത്ര പേർക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും? ഇന്ന് രാത്രി അകന്നു പോകാനുള്ള വിളിയല്ല നമ്മുടെ മേൽ, അടുക്കാനുള്ളൊരു ദിവസമാണ്. അധ്യായം 4 വാക്യം. 14 അധ്യായം 4 വാക്യം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. സ്വതന്ത്രം പറ. ഹൃദയത്തോട് ചേർത്ത് പറ, കർത്താവേ, പിന്മാറ്റത്തെ ചികിത്സ സൗഖ്യമാക്കുന്നത് ചർച്ചല്ല, യേശു. എന്തിനാ ജേക്കബ് പാസ്റ്ററെ കളങ്കമില്ലാതെ തന്നെ നിർത്താൻ? ഇന്ന് രാത്രി ഒരു ഡോക്ടർ ചില വീടിനകത്ത് ഇറങ്ങാൻ പോവാ. ആ ഡോക്ടറിനെ അനുവദിക്കാൻ പറ്റുന്നവരുടെ കൈ എനിക്കൊന്ന് കാണണം. ആ ഡോക്ടർ എൻ്റെ വീട്ടിൽ കയറാൻ പറ. ആർക്കും ഇന്ന് വരെ തുറക്കാൻ പറ്റാത്ത ചില ഡോറുകളുണ്ട്, ആ ഡോർ ഇന്ന് തുറക്കും ഈ ഡോക്ടർ. യേശുവിൻ രക്തം ചെയ്യാം, യേശുവിൻ രക്തം ചെയ്യാം. സ്കാനിങ് മെഷീന് കാണാത്തത് ചില മർമാണി വൈദ്യന്മാർ പിടിക്കുമ്പോൾ ജിസ പിടിക്കുന്നത് പോലെ ഇന്ന് രാത്രി സ്കാനിങ് മെഷീനെ കാണാത്തത് യേശു കാണും. നിനക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ചില മേഖലയ്ക്കകത്ത് ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയാ, അവൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അടുത്ത വാക്ക്, എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുക, ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഐ വിൽ ഹീൽ their apostasy, I will love them freely. പറ, I will love them freely. ഇന്ന് രാത്രി ഒരു ഫ്രീ ആയൊരു ലവ് ഉയരത്തിൽ നിന്ന് വരാൻ പോകുക. ഫോർ മൈ ആങ്കർ ഹാസ് ടേൺഡ് അവേ ഫ്രം ദം. എന്തിനാ കർത്താവേ നീ ഞങ്ങളെ സ്നേഹിക്കുന്നത്? വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുന്നത്, കളങ്കമില്ലാതെ ഞങ്ങളുടെ ദൈവസന്നിധി നിർത്താനാ, ആനന്ദത്തോടെ നിർത്താനാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഓ ജീസസ്, ഓ
എന്നെ ആത്മാവ് കാണിക്കുക. ചിലതിനകത്തുനിന്ന് നീ 1 വർഷത്തിനുള്ളിൽ പെട്ടുപോകേണ്ടതാ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ നിന്ന് നീ അനിച്ച വെള്ളത്തിൽ വീണ് കുടുങ്ങിപ്പോകേണ്ടതാ. പക്ഷേ ബിക്കോസ് ഗോഡ്സ് ലവ്സ് യു, അതുകൊണ്ട് നിന്നെ വലിച്ചെടുത്തതാ. കാരമുയർത്തിയ ദൈവത്തെ ശ്രുതിക്ക്. ഇന്ന് രാത്രി മോനെ ഞാൻ ആ വാക്ക് വീണ്ടും പറയുക കേട്ടോ. പച്ചവെള്ളത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ട് അനിച്ച വെള്ളത്തിൽ മോനെ ജോയലേ വീഴേണ്ടതാ. മോനെ ആൻഡോ വീഴേണ്ടതാ. പക്ഷെ ദൈവം നിന്നെ വലിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ ദൂതൊക്കെ വിശ്വസിക്കുന്ന ഒരു മോനെ മനുവേ ദൈവത്തെ അങ്ങ് സ്തുതിച്ചോ. ഈ രാത്രി പറ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അനിച്ച വെള്ളത്തിൽ വീഴേണ്ടതാ, തീക്കകത്ത് വീഴേണ്ടതാ. പക്ഷെ എൻ്റെ ദൈവം നിന്നെ വലിച്ചു കളഞ്ഞു. എന്തിനെന്നറിയോ? ബിക്കോസ് ഫ്രീലി ഐ ലവ് യു. യേശുവിൻ്റെ രക്തം ചെയ്യ കളങ്കമില്ലാതെ നിന്നെ നിർത്താ. നീ പൊട്ടപ്രാവാന്ന് ദൈവത്തിനറിയാം, നിനക്ക് പൊട്ടുതരമാണെന്നറിയാം. പക്ഷേ സ്റ്റിൽ ഗോഡ് ലവ്സ് യു. യേശുവിൻ്റെ രക്തം ചെയ്യ നീ ബുദ്ധിയോട് ചെയ്തതല്ല, നീ പൊട്ടായി കളിച്ചതാ. പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ രാത്രി ഞാൻ ഈ രാത്രി 6-ാം രാത്രി വിളിച്ചു പറയുക, എൻ്റെ യേശു നിന്നെ സ്നേഹിക്കുക. സ്വത്രം പറഞ്ഞേ. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുക, ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കുക. ഇന്ന് രാത്രി ലാവിഷ്യലി എൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കാൻ പോവാ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുക, ഒരു വലിയ സ്നേഹമേ കുടുംബത്തിൽ വരാൻ പോവാ. അടുത്ത വാക്ക് ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലിരിക്കും. സ്വത്രം പറഞ്ഞു. ഇന്ന് രാത്രി ഈ സഭയുടെ മേൽ ദൈവം പറയുന്നു, ഞാൻ മഞ്ഞ് പോലെ ഇരിക്കും. മടങ്ങി വരുന്ന നിന്നോട് ദൈവം ദൂത് പറയുന്നു, ഞാൻ മഞ്ഞ് പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നും. ഇന്ന് ഞാൻ ആത്മാവിൽ കാണുക, ചിലരിവിടെ വേരൂന്നാൻ പോവാ. സ്വത്രം പറഞ്ഞേ. വേരൂന്നാൻ പോകുകയോ. ദൈവം നിന്നെ സ്നേഹിച്ചാൽ നിൻ്റെ മേലൊരു മഞ്ഞ് വരും. ഈ വെളി കിടക്കുന്ന മഞ്ഞിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ തണുപ്പ് നിൻ്റെ തലയിൽ വരും. ദൈവത്തിൻ്റെ മഞ്ഞ് നിൻ്റെ തലയിൽ വരും. ഇന്ന് രാത്രി ഒരു കവറിങ് ഞാൻ ആത്മാവിൽ കാണുക. ഹി ഷാൽ ബ്ലോസം ലൈക്ക് ദ ലില്ലി, ഹി ഷാൽ ടേക്ക് റൂട്ട് ലൈക്ക് ദ ട്രീസ് ഓഫ് ലെബനൻ. ലെബനൻ്റെ ട്രീ 600 വർഷം കഴിഞ്ഞാലും 2000 വർഷം കഴിഞ്ഞാലും പഴകാത്തതുപോലെ, ഡി കെ ആകാത്തതുപോലെ. മോനെ 60-ാം വയസ്സിലും ഡി കെ നീ ആകത്തില്ല, 70-കളിലും നീ ഡി കെ ആകത്തില്ല, നിന്റെ 80-കളിലും നീ ഡി കെ ആകത്തില്ല. ദൈവത്തെ അങ്ങ് ശ്രുതിക്കാൻ പറ്റുമെങ്കിൽ ശ്രുതിക്ക്. നിന്റെ 20-കളിലെ എരിവ് നിന്റെ 40-ൽ കാണും, നിന്റെ 40-ലെ എരിവ് 80-ൽ കാണും. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുക, കഴിഞ്ഞ 5.5 വർഷം നടക്കാത്ത ചില വിടുതലുകൾ അടുത്ത 2 വർഷത്തിൽ നടക്കാൻ പോവുക. 2027 ഇതിനൊരു വലിയ ഷിഫ്റ്റ് വരാൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇനിയും ചില ബ്രാഞ്ചുകൾ വരാൻ പോകുക. ഇന്ന് രാത്രി ആത്മാവിനോട് പറയുക, മിസ്രൈമിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കാൻ പോവാ. ഇന്ന് രാത്രി നിന്റെ വിളി വേറെ വിളിയാ. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിന്നെ ബ്ലെയിം ഇല്ലാതെ, ഞാൻ നിന്നെ ഫോൾട്ട് ഇല്ലാതെ ഈ രാത്രി ദൈവം നിർത്താൻ പോവാ. അടുത്ത വാക്ക് വായിച്ചു. അടുത്ത വാക്ക്, അവന്റെ കൊമ്പുകൾ പടരും. അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ, അവന്റെ വാസന ലബാനോൻ്റെത് പോലെ ഇരിക്കും. നിന്റെ കുടുംബം നാറത്തില്ല, നീ നാറത്തില്ല, നിന്റെ വാസന സ്പ്രെഡ് ആകും. സ്വത്രം പറ. അഹവയിൽ നിനി വെളി വരുന്നത് നാറ്റമല്ല, അനേക സഭയ്ക്കകത്തുനിന്ന് വെളി വന്നത് നാറ്റ. പക്ഷെ ഫ്രം ഹിയർ, ഫ്രം യു, ഫ്രം യുവർ ഫാമിലി ദൈവത്തിന്റെ വാസന വരും. സ്വത്രം പറ. ദൈവത്തിന്റെ വാസന വരും. ഇന്ന് രാത്രി ഇവിടെ വർഷിപ്പിൽ വരിക്കുമ്പോൾ ദൈവത്തിന്റെ വാസന വരും. വെൻ പാസ്റ്റർ പ്രീച്ച്, ദൈവത്തിന്റെ വാസന വരും. ഇന്ന് രാത്രി നിന്റെ ഭംഗി എങ്ങനെയെന്നറിയാം? ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ. ഈ രാത്രി ആത്മാവിനോട് പറയുന്നു, ഒരു വലിയ ഭംഗി ചിലരുടെ മേൽ വരാൻ പോകുക, ഒരു വലിയ അഭിഷേകം ചിലരുടെ മേൽ വരാൻ പോകുക. ഇന്ന് രാത്രി ചില വാസനകൾ ഞാൻ കാണുക. അവന്റെ കൊമ്പുകൾ പടരും. ഇന്ന് രാത്രി ഞാൻ ഈ സഭയോട് പറയും, ഒറ്റയ്ക്ക് നിൽക്കുന്ന കൊമ്പുകൾ പടരാൻ പോകുക. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫാമിലിക്കകത്ത് തലമുറകൾ ജനിക്കാൻ പോകുക. നിന്റെ കൊമ്പുകൾ പടരും, നിന്റെ കൊമ്പുകൾ പടരും, നിന്റെ കൊമ്പുകൾ പടരും. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് നിൽക്കുന്ന കൊമ്പുകളോട് ഞാൻ ദൂത് പറയാ, നിന്റെ കൊമ്പുകൾ പടരും.
കരം അടിച്ച് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ഈ രാത്രി സ്തുതിക്കുമോനെ, സ്തുതിക്കുമോനെ. നിന്റെ കൊമ്പുകൾ പടരും, നിന്റെ കൊമ്പുകൾ പടരും, നിന്റെ കൊമ്പുകൾ പടരും. Lord, 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 Lord. അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും അവന്റെ വാസന ലെബാനോന്റേതുപോലെ ഇരിക്കും. അത്രയുള്ള മോളെ. അടുത്ത വാക്ക്. അവന്റെ നിഴലിൽ പാർക്കുന്നവർ, അവന്റെ നിഴലിൽ പാർക്കുന്നവൻ വീണ്ടും ധാന്യം വിളയിക്കുകയും. സ്വോത്രം പറ. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. ഇന്ന് രാത്രി എത്ര ഒരു സ്വോത്രം പറയാൻ കഴിയുന്നുണ്ട്? എഫ്രൈമേ, നിന്നെ മടക്കി വരുത്തിയാൽ നിന്റെ ഷാഡോ വീണാലും ധാന്യം വിളയും. സ്വോത്രം പറ. നിന്റെ ഷാഡോ വീണ മുന്തിരിവള്ളി തളിർക്കാൻ പോകുക. അതിന്റെ കീർത്തി ലബാനോണിലെ വീഞ്ഞിന്റെ പോലെ ഇരിക്കും. ഇന്ന് രാത്രി ആത്മാവിനോട് പറയുന്നു, അവയുടെ വീഞ്ഞ് വർദ്ധിക്കാൻ പോകുകയാ. യേശുവിന്റെ ഇവിടെ ചിരിക്കുന്ന കുടുംബത്തിന്റെ വീഞ്ഞിന്റെ വീര്യം വർദ്ധിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിലെ വീഞ്ഞിന്റെ കീർത്തി വർദ്ധിക്കാൻ പോകുകയാ. കരം അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. വീഴാതെ വണ്ണം ഒരഭിഷേകം ചലിക്കുന്നു, ഒരഭിഷേകം ചലിക്കുന്നു. They shall return and dwell beneath my shadow. They shall flourish like a grain. They shall blossom like the vine. Their fame shall be like the wine of Lebanon. ഞാൻ ഈ ചർച്ചിനെ നോക്കി പ്രവചിക്കുക, നിന്റെ ഫെയിം അത് ലെബനന്റെ വൈൻ പോലെ ആയിരിക്കും. സ്വോത്രം പറ ജേക്കബേ, നിന്റെ ഫെയിം ലെബനാനിന്റെ വൈൻ പോലെ ആയിരിക്കും. പാസ്റ്റർ സോണറ്റ്, നിന്റെ ഫെയിം ലെബാനോണിന്റെ മഞ്ഞു വീഞ്ഞു പോലെ. യേശുവിന്റെ രക്തം ചെയ്യ. ചില കുടുംബത്തെ നോക്കി ഞാൻ ആത്മാവി പറയുക, ലെബാനോണിന്റെ വീഞ്ഞു പോലെ ചില കീർത്ത. എല്ലാവരും എടുക്കുന്ന വചനം കൊണ്ട് ഒരുപക്ഷെ നീ കയറിയാലും അത് ലെബാനോന്റെ വീഞ്ഞു പോലെ യേശുവിന്റെ രക്തം ചെയ്യാം. പക്ഷെ നീ സ്റ്റേജിൽ കയറിയാൽ അത് ലെബാനോന്റെ വീഞ്ഞു പോലെ. ഈ രാത്രി കുമ്മനാട് കിട്ടുന്ന വീഞ്ഞല്ല, മുളക്കഴ കിട്ടുന്ന വീഞ്ഞല്ല, അത് ദൈവത്തിന്റെ വീഞ്ഞ. ഈ രാത്രി കൈകൾ അടിച്ച ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക്. നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. നിന്റെ പാട്ട്, നിന്റെ പാട്ട്, അതിന്റെ വീഞ്ഞ്, അതിന്റെ കീർത്തി അത് ഭയങ്കരമാ. നിന്റെ കുടുംബത്തിന്റെ കീർത്തി അത് ഭയങ്കരമാ. ഈ രാത്രി വീഴാതെ വണ്ണം നിന്നെ കളങ്കമില്ലാതെ നിർത്താൻ പോകുന്ന നിന്റെ കീർത്തി ഫെയിമാകാൻ പോവാ. തീർന്നോ മോളെ? വായിച്ചേ. എഫ്രൈമേ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത്? ഞാൻ അവന് ഉത്തരമരുളി അവനെ കടാക്ഷിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സരള വൃക്ഷം പോലെ ആകുന്നു. എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. എങ്കൽ നിനക്ക് പറ. എങ്കൽ വിളിക്കുന്ന ചർച്ചിനോട് ഞാൻ ദൂത് പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ യു വിൽ ബി ഫ്രൂട്ട്ഫുൾ. പറ. നീ പോകുന്നിടത്തല്ല നീ ഫ്രൂട്ട്ഫുൾ ആകാൻ പോകുന്നത്. നിന്റെ കാനഡയല്ല നിന്നെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധി. നിന്റെ വേദിയല്ല നിന്നെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധി. കാനഡ വന്നൊന്ന് രക്ഷപ്പെട്ടിട്ട് പറയണ്ട. കാനഡ വന്ന് തകരാനല്ല, ദൈവസന്നിധിയിൽ വന്ന് ഫ്രൂട്ട്ഫുൾ ആകാനാ. പറ. എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. നീ കല്യാണം കഴിച്ചത് ഫലം ഇടാല്ലാതായിരിക്കാനല്ല, നിന്റെ അവസാനത്തിലും നിങ്ങളിലൂടെ ഫലം പുറപ്പെടും. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, കർത്താവേ, എൻ്റെ കീർത്തി ലബാനോനിൻ്റെ വീഞ്ഞു പോലെയായിരിക്കും. ഈ ദൂതിനു മുമ്പ് സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ മുമ്പോട്ട് കയറി വരാം. ഞാൻ പറഞ്ഞതൊരു സുഖത്തിൻ്റെ ദൂതല്ല, ഇടകലരാതിരിക്കാനുള്ള ദൂതുകളാണ്. ജീസസ്. വയ്യാത്തവർ എനിക്കറിയാം, നിങ്ങളവിടെ ഇരുന്നോ. പക്ഷേ പറ്റുന്നവർക്ക് ഞാനൊന്നും ചെയ്യാനല്ല,
ഇതൊരു ദൈവത്തിന് മുമ്പിൽ നിന്ന് റെവറൻസാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ആത്മാവിൽ കാണുക. He is going to love you freely. Worship teams, please come forward. Jesus. Wow. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ആമേൻ. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. Jesus. I love you, Jesus. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള Oh, I feel anointing. Jesus. Oh. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഓ, നിന്റെ ജീവനേക്കാൾ എപ്പോഴും വേണോ നിനക്ക് അവനെ? ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള Freely he is going to love you. അവൻ നിന്നെ മിസ്രൈമിൽ നിന്ന് മടക്കി വരുത്തും. എന്നുയിരേ